Good afternoon. So last class we basics discuss income which do not forming part of total income, that means exempted income discuss that next we heads of income. So we basic chapter discuss heads of income. Okay, so we total income so we taxability residential status. So we discuss then assess total income. Chapter 6 deductions on another. So total income kandupidikkanayitte 5 heads il varuna income. So edakkana heads? Salaries, then house property, then profit and gains of business or profession, then capital gains, then ഈ 4 ഹെഡിലും വരാത്ത ഇൻകംസ് എല്ലാം കൊണ്ട് പാർക്ക് ചെയ്യുന്ന നെക്സ്റ്റ് ലാസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറീസ്. സോ ശ്രദ്ധിക്കാം. സോ സാലറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്ന സെക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ സാലറിയിൽ salaries. Okay, so main item section 15, that means chargeability section ആണ്. So salary എങ്ങനെയാണ് income tax ലെ ചാർജ് ചെയ്യുന്നത് പറയുന്ന സെക്ഷൻ ആണ് section 16. then section 17 ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഇതിനകത്ത് section 17 subsection 1, then section 17 subsection 2, then section 17 subsection 3. Okay, so this salary definition, this perquisites, this profit in lieu salary idella nammal in depth discuss cheyum. Then so nammal total income kandupidichittu chapter 6 deduction varum. Adu koodade oro headilum sometimes deductions varam. So salary il varuna deduction aanu section 16. Okay, section 16. So section 16 aathe section 16 subsection 1a ഉണ്ട്, section 16 clause 2 ഉണ്ട്, section 16 clause 3 ഉണ്ട്. Okay, then നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പിന്നെ ഉള്ളത് section 10. സോ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യുന്നു. section 10 നമ്മൾ പറയുന്നത് എല്ലാം എന്താണ്? section 10 subsection 1, section 10 subsection 2, section 10 subsection 2a, then 10 subsection 6 ലെ ക്ലോസ് ചെയ്ത 4 സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. then 10 subsection 18. so ഈ section 10 വരുന്ന എന്താണ് നമ്മൾ വരുന്നത്? exempt അല്ലെ, exempt income, that means income which do not forming part of total income. so section 10 പ്രകാരം okay, so കുറച്ച് സെക്ഷൻസ് നമ്മൾ അതായത് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു. സോ നമ്മൾ ഡയറക്റ്റ് കുറെ സെക്ഷൻസ് ഡിസ്കസ് ചെയ്തു. അത് കൂടാതെ ഓരോ ഹെഡിലും കുറെ സെക്ഷൻ 10, ദാറ്റ് മീൻസ് പാർട്ട്ലി എക്സംപ്റ്റഡ് ആകാം അല്ലെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആകാം. സോ അങ്ങനെ കുറെ സെക്ഷൻസ് സെക്ഷൻ 10 ഈ സാലറിയിൽ വരുന്നുണ്ട്. സോ അതിനകത്ത് മേജർ ആയിട്ട് വരുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 5 ഉണ്ട്, സെക്ഷൻ 10 സബ്സെക്ഷൻ 6 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. 10 സബ്സെക്ഷൻ 10 ആണ് പിന്നെ മേജർ ആയിട്ട് വരുന്നത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 10a, then section 10 subsection section 10 subsection 10aa, section 10 subsection 10b, then section 10 subsection 10c, then section 10 subsection 11 ഉണ്ട്, 12 ഉണ്ട്, 13. Okay, so ഇവിടെ ഈ 12, 13 ഇതിനകത്താണ് നമുക്കൊരു അമെൻമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നതിൽ ലാസ്റ്റ് ഇയർ മുതലുള്ളതാണ് ഒരു കുറെ നാൾ കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു അമെൻമെന്റ് ഇവിടെയാണ് വരുന്നത്. സെക്ഷൻ 10 ഇവിടെയാണ് ഒരു അമെൻമെന്റ് വരുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ
section 10 subsection 13a, then section 10 subsection 14. Okay. So ഇതിനകത്ത് പിന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ഏരിയ വരുന്നത്, സോ ഇതാണ് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഏരിയ ആണ് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഏരിയ വരുന്നത് സെക്ഷൻ 17 സബ്സെക്ഷൻ 2 പെർക്യൂസിറ്റ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സെക്ഷൻസ് മെമ്മറൈസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ദെൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, സാലറി. സോ എനിക്ക് ഒരു എമൗണ്ട് കിട്ടി, സോ ദാറ്റ് മീൻസ് എനിക്കൊരു ഇൻകം ഉണ്ടായി, അത് സാലറി ആണ് എന്ന് പറഞ്ഞത് എപ്പോഴായിരിക്കും? എനിക്കൊരു ഇൻകം കിട്ടി, അത് സാലറി ആണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? സോ നമുക്കൊരു ഇൻകം ഉണ്ടായാൽ 5 ഹെഡിൽ ഏതെങ്കിലും ഹെഡിൽ വരും. സോ എനിക്കൊരു ഇൻകം കിട്ടി, അല്ലെങ്കിൽ എനിക്കൊരു എമൗണ്ട് കിട്ടി, അത് സാലറി ആണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ വർക്ക് ചെയ്ത് ഒരു എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ. ഓക്കെ, സോ വർക്ക് ചെയ്ത ഒരു എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് പറയാം. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ നമ്മുടെ നോക്കാം, എമൗണ്ട് റിസീവ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഷാൽ ബി ട്രീറ്റഡ് ആസ് സാലറി only if the relation between payer and payee is that of employer and employee. So that means എന്ത് റിലേഷൻ ഉണ്ടാകണം? എനിക്കൊരു എമൗണ്ട് കിട്ടി, സോ മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് ഒരു എമൗണ്ട് പേ ചെയ്തു. സോ ഇത് സാലറി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? മിസ്റ്റർ എക്സ് എംപ്ലോയറും മിസ്റ്റർ വൈ ആരും ആയിരിക്കണം? എംപ്ലോയിയും ആയിരിക്കണം. ദാറ്റ് മീൻസ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന പേയ്മെന്റ്സ് മാത്രമാണ് നമുക്ക് എന്തിനകത്ത് വരിക? ഒരു സാലറിയുടെ അണ്ടറിൽ വരിക. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, മിസ്റ്റർ എക്സ്, ദെൻ മിസ്റ്റർ വൈ, ദെൻ മിസ്റ്റർ ഇസഡ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് അവർക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നായിരിക്കും. സോ ഈ ബിസിനസ്സിലെ ഒരു സെർട്ടൻ സർവീസ് വാസ് പ്രൊവൈഡഡ് ബൈ മിസ്റ്റർ വൈ. സോ മിസ്റ്റർ വൈ എന്ന് പറയുന്നത് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന എംപ്ലോയറുടെ എംപ്ലോയി ആണ് എന്ന് വിചാരിക്കുക. ദെൻ മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് ഒരു പേയ്മെന്റ് കൊടുത്താൽ സോ അതെന്താവും? സാലറിയുടെ ഡെഫിനിഷൻ, സാലറിയുടെ അണ്ടറിൽ വരുമോ? അത് സാലറിയുടെ അണ്ടറിൽ വരുമോ? ദെൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ദെൻ ഇതേ സർവീസ് സോ മിസ്റ്റർ വൈ അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു. ഇതേ സർവീസ് മിസ്റ്റർ ഇസഡ് പ്രൊവൈഡ് ചെയ്തു. ബട്ട് മിസ്റ്റർ ഇസഡിന് നമ്മൾ എന്താണ്? ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പില്ല, ഒരു പ്രൊഫഷണൽ ആയിരുന്നു. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിരുന്നു. ദെൻ ആ ഒരു സർവീസ് മിസ്റ്റർ ഇസഡ് പ്രൊവൈഡ് ചെയ്തപ്പോഴത്തേക്കും മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു? മിസ്റ്റർ ഇസഡിന് പേയ്മെന്റ് കൊടുത്തു. ഇത് സാലറി ആണ്. സെയിം സർവീസ് മിസ്റ്റർ വൈ എന്താണോ ചെയ്തിരുന്നത് അതേ സർവീസ് തന്നെ എന്താണ് മിസ്റ്റർ ഇസഡ് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു. ദെൻ മിസ്റ്റർ ഇസഡിന് മിസ്റ്റർ എക്സ് ഒരു പേയ്മെന്റ് കൊടുത്താൽ ആ പേയ്മെന്റ് സാലറിയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നമ്മൾ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസിൽ വരുമോ ഇല്ലയോ? ഇല്ല. ബിക്കോസ് എന്ത് റിലേഷൻ ഇല്ല? കൊടുക്കുന്നത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന എമൗണ്ട് മാത്രമാണ് നമുക്ക് എവിടെ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഏത് ഹെഡിലേക്ക് കൊണ്ടുവരുള്ളൂ? സാലറി എന്ന് പറയുന്ന ഹെഡിലേക്ക് കൊണ്ടുവരുള്ളൂ. സോ ഇവിടെ സെയിം സർവീസ് പ്രൊവൈഡ് ചെയ്താലും ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പം ഒരു സ്കൂൾ, സോ അവിടെ കുറെ ടീച്ചേഴ്സ്, ഒരു 10 ടീച്ചേഴ്സ് ഉണ്ട്. സോ ഇവര് ഈ സ്കൂൾ മാനേജ്മെന്റ് എംപ്ലോയി ആണ്. സോ ഇവർക്ക് കൊടുക്കുന്നത് എമൗണ്ട് എന്താവും? നമുക്ക് എന്ത് പറയാം? സാലറി. ഓക്കെ, സോ സംടൈംസ് കുറച്ചുകൂടെ ആൾക്കാരെ വേണ്ടി വന്നു, നമുക്ക് എന്താണ് ഒരു 5 പേരെ കൂടെ ഈ പറയുന്ന ടീച്ചിങ്ങിന് കൊണ്ടുവന്നു. ബട്ട്
അവര് എംപ്ലോയി അല്ല, അവരെന്താണ്, അവർ പ്രൊഫഷണൽസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് സാലറി ആവും? ഇല്ല, ബിക്കോസ് എന്തില്ല അവിടെ? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. സോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന എമൗണ്ട് മാത്രമേ നമ്മൾ എവിടോട്ട് വരത്തുള്ളൂ? സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരത്തുള്ളൂ. സോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഹെഡിലായിരിക്കും വരിക. ഡിഫറെന്റ് ഹെഡിലായിരിക്കും നമുക്ക്. സോ നമ്മൾ 5 ഹെഡ് ഉണ്ട്, ബാക്കി റിമൈനിങ് 4 ഹെഡ് ഏതാണോ ആ ഹെഡിൽ ഏതെങ്കിലും ഒരു ഹെഡിലേക്കായിരിക്കും പോവുക. ഓക്കെ, സോ ഫസ്റ്റ് ഇതാണ്, എമൗണ്ട് റിസീവ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഷാൽ ബി ട്രീറ്റഡ് ആസ് സാലറി ഓൺലി ഇഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേയർ ആൻഡ് പേയി. സോ എമൗണ്ട് കൊടുക്കുന്ന ആളും എമൗണ്ട് വാങ്ങുന്ന ആളും തമ്മിൽ എന്ത് റിലേഷൻ ഉണ്ടാവണം? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? അത് സാലറി എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിലേക്ക് വരുള്ളൂ. ഓക്കെ, ദെൻ ഏജന്റ് ഈസ് നോട്ട് ആൻ എംപ്ലോയി. സോ ഏജന്റ് എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാകത്തില്ല. ഡയറക്ടർ ഓഫ് എ കമ്പനി ഈസ് നോട്ട് ആൻ എംപ്ലോയി, ബട്ട് എന്താണ്, മാനേജിംഗ് ഡയറക്ടർ ക്യാൻ ബി കൺസിഡർ ആസ് ആൻ എംപ്ലോയി ബിക്കോസ് ഡേ ടു ഡേ അഫയേഴ്സിലെല്ലാം തന്നെ ഇടപെടുന്ന ആളാണ് മാനേജിംഗ് ഡയറക്ടർ. സോ കമ്പനി അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാനേജിംഗ് ഡയറക്ടറെ സംടൈംസ് എന്തായിട്ട് കണക്കാക്കാം? ബാക്കി ഓൾ ഡയറക്ടേഴ്സ് എന്തല്ല, സാലറീഡ് എംപ്ലോയി അല്ല ഒരു കമ്പനിയുടെ. ദെൻ പ്രൊഫഷണൽസ് പ്രൊവൈഡിംഗ് സർവീസസ് ആർ നോട്ട് എംപ്ലോയീസ്. പ്രൊഫഷണൽ പ്രൊവൈഡിംഗ് സർവീസസ് ആർ നോട്ട് എംപ്ലോയീസ്. ഓക്കെ അല്ലേ? സോ ഹെഡിലേക്ക് വരുന്ന പേയ്മെന്റ് എന്തുമാത്രമായിരിക്കും? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന ഒരു പേയ്മെന്റ് മാത്രം. സോ എനിക്ക് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലാണ് ഒരു പേയ്മെന്റ് കിട്ടുന്നതെങ്കിൽ അത് എന്ത് പറയാം? എന്റെ സാലറി. സോ അല്ലാത്ത ഒന്നും തന്നെ എന്താണ്, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ എന്താണ്, ഒരിക്കലും അത് എന്തായിട്ട് കൺസിഡർ ചെയ്യൂല? സാലറി ആയിട്ട് കൺസിഡർ ചെയ്യൂല. ദാറ്റ് ഇൻകം വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സാലറി. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം. ദെൻ 1-2 കാര്യങ്ങളാണ്. Surrender salary and foregoing of salary. Any salary surrendered by the employee to the central government under the voluntary surrender of salary will not included while computing taxable salary. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു Mr. X is a salaried employee. So rupees 10,000 per month ആണ് സാലറി എന്ന് വിചാരിക്കാം. rupees 10,000 per month ആണ് സാലറി. സോ ഇയാള് ഒരു സാലറി, സോ ദാറ്റ് മീൻസ് ഇയാൾക്ക് ടോട്ടൽ ആക്ച്വലി എത്ര കിട്ടും? 12 months 1,20,000 ആണ് അയാൾക്ക് സാലറി വരുന്നത്. ദെൻ ശ്രദ്ധിക്കാം, അയാള് എന്താണ് സാലറി സറണ്ടർ ചെയ്തു. സോ ഇയാള് ലാസ്റ്റ് എന്താണ് മാർച്ച് ഏപ്രിൽ, ദാറ്റ് മീൻസ് 2 months ലാസ്റ്റ്. സോ ഫിനാൻഷ്യൽ ഇയർ ആണ്. 2 months സാലറി സറണ്ടർ ചെയ്തു. എന്താണ്? ടു ദ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി. വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി പ്രകാരം എന്താണ് സാലറി സറണ്ടർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ടാക്സബിൾ സാലറി എത്രയായിരിക്കും? സോ ആക്ച്വലി ഇതിനകത്ത് എത്രയാണ്? ഇയാൾക്ക് 10,000 rupees സാലറി ഉണ്ട്. എത്ര മാസമാണ് ഉള്ള ഒരു വർഷത്തില്? സോ 1,20,000 ആണ് വേണ്ടത്. ബട്ട് അയാൾ എന്ത് ചെയ്തു? സാലറി സറണ്ടർ ചെയ്തു. സറണ്ടർ സാലറി എത്ര മാസത്തെയാണ്? 2 months. ദാറ്റ് മീൻസ് ആ 20,000 എന്തായിട്ട് കൂട്ടില്ല? സാലറി വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ടാക്സ്. ദാറ്റ് മീൻസ് എന്താണ്? ഈ 20,000 കുറച്ചിട്ട് ടാക്സബിൾ സാലറി എത്രയേ വരത്തുള്ളൂ? 1 lakh. ക്ലിയർ ആണോ? സോ ടാക്സബിൾ സാലറി എത്ര വരത്തുള്ളൂ? ഇഫ് that particular employee surrender salary to central government under voluntary surrender of salary will not be included. That means എന്താണ്? അത് exempt ചെയ്യും. That means അത് എടുക്കൂല in the taxable salary compute ചെയ്യുമ്പോൾ. ക്ലിയർ അല്ലേ? സറണ്ടർ സാലറി നമുക്ക് ക്വസ്റ്റ്യനിൽ കയറി വരുന്നതാണ്. സറണ്ടർ സാലറിയും ഫോർഗോയിങ് ഓഫ് സാലറി. ക്ലിയർ അല്ലേ? സറണ്ടർ സാലറി, then foregoing of salary. Okay. Once the salary is earned
by an employee, it becomes taxable even if the employee subsequently waives the right to receive it. The waiver of such salary shall be treated as application of income. So application of income അല്ലെങ്കിൽ foregoing of salary എന്താണ് will be treated as salary. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നേരത്തെ കേസ് പോലെ തന്നെ മിസ്റ്റർ എക്സ് ഒരു salaried employee ആണ്. So having a monthly salary of rupees 10,000 per month. So ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ എംപ്ലോയറോട് പറയാണ് സോ 10 months സാലറി, ആദ്യത്തെ 10 months സാലറി എന്റെ ഇന്ന അക്കൗണ്ടിലേക്ക് ഇടണം. റിമൈനിങ് 2 months സാലറി സോ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ അല്ലെങ്കിൽ ചാരിറ്റബിൾ അസോസിയേഷന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ അയാളുടെ ടാക്സബിൾ ഇൻകം ടാക്സബിൾ സാലറി എന്തായിരിക്കും? $1,20,000. ബിക്കോസ് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താണ്? എനിക്ക് ഇത് കിട്ടി ആക്ച്വലി അല്ലെ, 12 മാസം കിട്ടി. സോ ഇത് എനിക്ക് അവസാനത്തെ 2 മാസം എനിക്ക് കിട്ടിയതിന് ശേഷം, എനിക്ക് ഡ്യൂ ആയതിനു ശേഷം, സോ നോക്കുക, സാലറി ഏൺഡ് ബൈ എംപ്ലോയി. സോ ആക്ച്വലി എന്താണ് ഈ 12 months സാലറി ഏൺഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി. സോ അതിനുശേഷം ഞാൻ തീരുമാനിക്കുവാണ് എന്താ, എന്റെ 2 മാസത്തെ സാലറി ഞാൻ എന്ത് ചെയ്യാണ്, വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ആണ്, അതിനുവേണ്ടി ഞാൻ എംപ്ലോയറോട് പറയുകയാണ് ഇന്ന പർപ്പസിന്. സോ ദാറ്റ് മീൻസ് ആക്ച്വലി ഇത് എന്താണ്, എംപ്ലോയി ഏൺ ചെയ്ത് കഴിഞ്ഞു, ഇത് സറണ്ടർ ചെയ്തിട്ടില്ല. ആക്ച്വലി എന്താണ്, സാലറി കിട്ടിയതിന് ശേഷം ഞാൻ വേറെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം പോലല്ലേ വരത്തുള്ളൂ. എനിക്ക് കിട്ടിയ 2 മാസത്തെ സാലറി, അവസാനത്തെ 2 മാസത്തെ സാലറി എന്ത് പർപ്പസിന് യൂസ് ചെയ്തായിട്ട് എടുത്തിരിക്കുന്നു? എനിക്ക് സാലറി കിട്ടിയതിന് ശേഷം ഞാൻ അത് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം ആയിട്ട്, ദാറ്റ് മീൻസ് എനിക്ക് എൻറ്റയർ 12 months സാലറി ഞാൻ റിസീവ് ചെയ്തു. അതിനുശേഷം 12 months സാലറി റിസീവിന് ശേഷം 2 months സാലറി എന്താണ്, എനിക്ക് കിട്ടിയ സാലറി ഞാൻ എന്ത് ചെയ്തു, വേറെ ഒരു പർപ്പസിന് ആപ്ലിക്കേഷൻ ഓഫ് സാലറി. സോ ആപ്ലിക്കേഷൻ ഓഫ് സാലറി എന്ത് ചെയ്യത്തില്ല, ടാക്സബിൾ സാലറി കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, എക്സംപ്റ്റ് ചെയ്യൂല. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, എനിക്ക് 12 മാസത്തെയും സാലറി ആക്ച്വലി എനിക്ക് കിട്ടി. ആ 2 മാസത്തെ സാലറി എനിക്ക് കിട്ടിയ സാലറി എന്തോ ഒരു പർപ്പസിന്, ദാറ്റ് മീൻസ് എന്താണ്, എനിക്ക് കിട്ടിയ ഇൻകം ഞാൻ വേറെ ഒരു പർപ്പസിന് ഇംപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആപ്ലിക്കേഷൻ ഓഫ് സാലറി അത് എന്ത് ചെയ്യത്തില്ല, ടോട്ടൽ സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി കണ്ടുപിടിക്കുമ്പോൾ എക്സംപ്റ്റ് ചെയ്യൂല. സോ surrender of salary will not forming part of taxable salary, but foregoing of salary, it is just an application of income or application of salary, application of income ആണ്. So therefore ഇതെന്ത് ചെയ്തു, ഓൾറെഡി ആർക്ക് കിട്ടി കഴിഞ്ഞു, എംപ്ലോയി ഏൺ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ്, foregoing of salary will not be exempted while computing taxable salary. Okay? Yes sir. Clear? Okay. സോ സാലറി എന്താന്ന് പറഞ്ഞു, എന്തായിരിക്കണം, എപ്പോഴേ സാലറി ആകത്തുള്ളൂ, എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന ഒരു പേയ്മെന്റ് മാത്രമേ എന്താവുള്ളൂ, സാലറി ആവുള്ളൂ. ദെൻ സാലറിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് കയറി വരാറുണ്ട് സറണ്ടർ ഓഫ് സാലറി. സോ ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് വോളണ്ടറി സറണ്ടർ സാലറി യൂസ് ചെയ്തിട്ട് സറണ്ടർ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി. ആക്ച്വലി എന്താണ്, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല ആ സാലറി, ഞാൻ സറണ്ടർ ചെയ്തു, ആർക്ക് കൊടുത്തു, ഗവൺമെന്റിന് കൊടുത്തു. സോ അതെന്ത് ചെയ്യത്തില്ല, ടാക്സബിൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ബട്ട് ഫോർഗോയിങ് ഓഫ് സാലറി മീൻസ് ആക്ച്വലി ഞാൻ ഏൺ ചെയ്ത സാലറി എന്റെ എന്താണ്, എനിക്ക് കിട്ടിയ ഇൻകം ഞാൻ ഒരു പർപ്പസിനായിട്ട് അപ്ലൈ ചെയ്യും. ദാറ്റ് മീൻസ് ജസ്റ്റ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം, ദെയർഫോർ ദാറ്റ് വിൽ ബി ടാക്സ്ഡ്. ദാറ്റ് മീൻസ് എന്താണ്, എക്സംപ്റ്റ് ചെയ്യൂല ടാക്സബിൾ സാലറി കണ്ടുപിടിക്കുമ്പോൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സെക്ഷൻ 16 നമ്മൾ പറഞ്ഞ പോലെ സാലറിയുടെ ചാർജിങ് സെക്ഷൻ. സോ സാലറി ചാർജ് ചെയ്യുന്ന ഏത് സെക്ഷൻ പ്രകാരമാണ്, ചാർജിങ് സെക്ഷൻ ആണ് എന്ത്, സെക്ഷൻ 15. ഓക്കെ. സോ സാലറി എപ്പോഴാണ്
ടാക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? എപ്പോഴാണ്? ശ്രുതി പറയാം, എപ്പോഴാണ് സാലറി ചാർജബിൾ ടു ടാക്സ് ആകുന്നത്? സാലറി ഏൺ ചെയ്യുമ്പോൾ. സോ ഏൺ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഏൺ ചെയ്യുന്നത്? ഏൺ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് ഡ്യൂ ആവുമ്പോഴാണ്. സോ അല്ല, ഇപ്പൊ ഇതിനകത്ത് ശ്രുതി പറയുന്നു സാലറി ഏൺ ചെയ്യുമ്പോൾ. സോ ഏൺ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഗൗരി പറഞ്ഞു ഡ്യൂ ആകുമ്പോൾ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ദി സാലറി ഏൺ ചെയ്യുക നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? സാലറി ഏൺ ചെയ്യുക അത് ഡ്യൂ ആവുമ്പോൾ കിട്ടാൻ സമയമാകുമ്പോൾ. അതായത് ഡ്യൂ ആകുമ്പോഴാണോ കിട്ടുമ്പോഴാണോ കിട്ടാൻ സമയമാകുമ്പോഴാണോ? ഡ്യൂ ആകുമ്പോഴാണ്. സോ ദാറ്റ് മീൻസ് കിട്ടാൻ സമയമാകുമ്പോൾ മീൻസ് എന്താണ്? ഡ്യൂ ആകുമ്പോൾ ആണോ? ഓക്കെ. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് അറിയേണ്ടത്. സോ മിസ്റ്റർ എക്സ് ഈസ് എ സാലറീഡ് എംപ്ലോയി. രണ്ട് സെനാരിയോ ഞാൻ പറയാണ്. സോ നോർമലി നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്ന എന്ന് വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. ഇപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എത്രയാണ്? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ എത്രയാണ്? എന്ന് വരെയുള്ളതാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ? ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ? April 2021. Okay, so previous year 21-22. That means 1st April അല്ലെങ്കിൽ 1/4/2021 to 31/3/2022 അല്ലെ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, മിസ്റ്റർ എക്സ് ഒരു സാലറിഡ് എംപ്ലോയി ആണ്. ആ കമ്പനി നോർമലി സാലറി പേ ചെയ്യുന്നത് നെക്സ്റ്റ് 5th-നാണ്. ദാറ്റ് മീൻസ് ഞാൻ ഒരു മാസം വർക്ക് ചെയ്തു, അടുത്ത മാസം 5-ാം തീയതിയാണ് എന്ത് കൊടുക്കുക? സാലറി കൊടുക്കുക. ഓക്കെ, സാലറി കൊടുക്കുക. സോ ദാറ്റ് മീൻസ് ഇവിടെ നോക്കാം, ഏപ്രിലെ സാലറി എന്ന് കിട്ടും? മെയ്യിൽ കിട്ടും. മെയ്യിലെ സാലറി ജൂണിൽ, അങ്ങനെ പോയിട്ട് ലാസ്റ്റ്, അതായത് മാർച്ച് 2022 സാലറി എന്നായിരിക്കും കിട്ടുക? മാർച്ച് 2022. ദാറ്റ് മീൻസ് സോ 2022 സാലറി എന്നേ കിട്ടുള്ളൂ? 5th April 2022. ദാറ്റ് മീൻസ് എന്താണ്? നെക്സ്റ്റ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നെക്സ്റ്റ് അസസ്മെന്റ് ഇയറിലേക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സോ ആ ലാസ്റ്റ് മാസത്തെ സാലറി ഈ വർഷം എടുക്കില്ല എന്നാണോ? അല്ല. സോ ദാറ്റ് മീൻസ് എനിക്ക് സാലറി എന്ന് ഡ്യൂ ആയി. ഞാൻ വർക്ക് ചെയ്ത 31st March 2022 വരെ ഞാൻ വർക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് എന്താണ്? മാർച്ച് മാസത്തെ സാലറി എനിക്ക് ഡ്യൂ ആയി. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്തിന്റെ ബേസിസിൽ എടുക്കും സാലറി? ലാസ്റ്റ് മാസത്തെ ഡ്യൂ ആയതിന്റെ ബേസിസ് അല്ലെ? സോ ഇവിടെ പറഞ്ഞു, അപ്പൊ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു സാലറി നോർമലി സെക്ഷൻ 15 പ്രകാരമാണെന്ന് പറയുന്നു ചാർജ് ചെയ്യുന്നത്. സാലറി എപ്പോഴാണോ ഡ്യൂ ആകുന്നത് അപ്പോൾ. ബട്ട് വേറെ ഒരു സെനാരിയോ നോക്കാം. സോ ഇതേപോലെ തന്നെ പ്രീവിയസ് ഇയർ 21-22. സോ 1/4/2021 to 31/3/2022. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഇവിടെ ഈ കേസിൽ എംപ്ലോയി, അതായത് സോ ഫെബ്രുവരി മാർച്ച് 2022 സാലറി 2022 സാലറി ജാനുവരി, സോ ജാനുവരിയിലെ സാലറി കിട്ടുന്നതിന്റെ കൂടെ വാങ്ങിച്ചു. ഓക്കെ, സോ ഈ 2 മാസത്തെ സാലറി ജാനുവരിയിലെ സാലറി കിട്ടുന്നതിന്റെ കൂടെ എന്തായിട്ട് വാങ്ങിച്ചു? അഡ്വാൻസ് സാലറി ആയിട്ട് വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും നമ്മൾ ഈ സാലറി ചാർജ് ചെയ്യുന്നത്? ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? സോ ഫെബ്രുവരിയിലെ, അതായത് 28 അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് ഡേ വരുന്നത് വരെ ഡ്യൂ ആകുന്നവരെ വെയിറ്റ് ചെയ്യുമോ?
സോ നിങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞിരുന്നു സാലറി ചാർജ് ചെയ്യുന്നത് ഡ്യൂ ബേസിസിലാണെന്ന് പറഞ്ഞിരുന്നു. സോ അതിന്റെ ബേസിസിൽ ഈ ഒരു സെനാരിയോയിൽ കറക്റ്റ് ആണ് ഡ്യൂ ബേസിസിൽ. ബട്ട് ഈ സെനാരിയോയിൽ അഡ്വാൻസ് സാലറി അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കുറച്ച് സാലറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ ടാക്സ് ചെയ്യും? ശ്രുതി, ജനുവരിയിലാണോ സർ? സോ ദാറ്റ് മീൻസ് എന്താണ്? എപ്പോഴാണോ റിസീവ് ചെയ്തത് അല്ലെ? സോ എപ്പോഴാണോ റിസീവ് ചെയ്തത് അപ്പോൾ ടാക്സ് ചെയ്യുന്നല്ലേ പറഞ്ഞു? അതോ ഡ്യൂ ആകുന്നവരെ വെയിറ്റ് ചെയ്യോ ഗൗരി? അല്ല സർ, റിസീവ് ചെയ്യുമ്പോൾ. റിസീവ് ചെയ്യുമ്പോൾ. സോ നമുക്ക് സെക്ഷൻ 15 പ്രകാരം ഉണ്ടോ? സോ ഒരു സെനാരിയോയിൽ എന്ത് പറഞ്ഞു? ഡ്യൂ ആകുമ്പോൾ. വേറൊരു സെനാരിയോയിൽ നമുക്ക് എന്ത് മനസ്സിലായി? റിസീവ് ആകുമ്പോൾ. ദാറ്റ് മീൻസ് സെക്ഷൻ 15 പ്രകാരം ഇൻകം ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി if there is employer-employee relationship. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സാലറി ഈസ് ടാക്സ്ഡ്. സോ വെരി ഇമ്പോർട്ടന്റ്. Salary is taxed on the basis of due or received, whichever is earlier. Due or received, whichever is earlier. Due or received, whichever is earlier. Clearly? So due ആണ് earlier ആയിട്ട്. That means 31st മാർച്ചിൽ ഡ്യൂ ആയി. നമുക്ക് 5th ഏപ്രിലാണ് സാലറി കിട്ടുന്നെങ്കിൽ നമ്മൾ അപ്പോൾ എന്തെടുക്കും? ഡ്യൂ ആകുന്നതിന്റെ ബേസിസിൽ. സോ അതല്ല, നമുക്ക് അഡ്വാൻസ് സാലറി ഡ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സാലറി റിസീവ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? എപ്പോഴാണോ റിസീവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പർപ്പസിനായിട്ട് അല്ലെങ്കിൽ ചാർജബിൾ ടു ടാക്സ്. ചാർജിംഗ് സെക്ഷൻ സാലറി is taxed on the basis of due or received, whichever is earlier. Clear ആണോ? Yes sir. Salary is taxed on the basis of due or received, whichever is earlier. Okay. Yes sir. Then നോക്കാം. സോ സെക്ഷൻ 15 പ്രകാരം സാലറിയുടെ ചാർജബിലിറ്റി സെക്ഷൻ ചാർജിങ് സെക്ഷൻ ആണ്. സോ സാലറിയിൽ ഒരു കാര്യം, സാലറിയിൽ ചാർജ് ചെയ്യണമെങ്കിൽ എങ്ങനെ കിട്ടുന്ന പേയ്മെന്റ് ആയിരിക്കണം? എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടിയ പേയ്മെന്റ് ആയിരിക്കണം. ദെൻ സെക്കൻഡ് വൺ എന്താണ്? സാലറി ഈസ് ടാക്സബിൾ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂ ആണ് നേരത്തെങ്കിൽ ഡ്യൂ ബേസിസിൽ. സോ റിസീവ് ചെയ്യുന്നതാണ് നേരത്തെങ്കിൽ റിസീവ് ചെയ്യുന്നതിന്റെ ബേസിസ്. സോ ഡ്യൂ ഓർ റിസീവ്ഡ് whichever is earlier. ഓക്കെ അല്ലേ? Yes sir. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് പറഞ്ഞതിൽ സെക്ഷൻ 15 ആണ് ഡിസ്കസ് ചെയ്തത്. സാലറിയുടെ ചാർജബിലിറ്റി സെക്ഷൻ. സോ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പിലുള്ള എന്താണ്? പേയ്മെന്റ് ആകണം. എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പിൽ ഒരു പേയ്മെന്റ് ആയിരിക്കണം. ദെൻ സെക്ഷൻ 15 പ്രകാരം എന്തായിരിക്കണം? ഡ്യൂ ഓർ റിസീവ്ഡ് whichever is earlier. അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സാലറി ചാർജബിൾ ടു ടാക്സ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, സാലറിയിലുള്ള ഡിഡക്ഷൻ അണ്ടർ ദ ഹെഡ് സാലറി. സോ ഒന്ന് ശ്രദ്ധിക്കാം. ഡിഡക്ഷൻ അണ്ടർ ദ ഹെഡ് സാലറി. സോ ദാറ്റ് മീൻസ് സാലറിയിൽ നമ്മൾ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളത് ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 16 എന്താണ്? ഡിഡക്ഷൻ. സോ ദാറ്റ് മീൻസ് സാലറി എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരുന്ന ഡിഡക്ഷൻ ആണ് എന്ത്? സെക്ഷൻ 16. ഡിഡക്ഷൻ അണ്ടർ ദ ഹെഡ് സാലറീസ്. ഓക്കെ. സോ സെക്ഷൻ 16 3 ക്ലോസസ് ആണ് വരുന്നത്. സെക്ഷൻ 16 subsection 1 clause 1A. Then next one, section 16 clause 2. Then section 16 clause 3. Section 16 clause 3. So ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ 16 ക്ലോസ് IA അല്ലെങ്കിൽ 1A എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നിങ്ങൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഡേ കുറച്ച് പ്രോബ്ലം ചെയ്തപ്പോഴത്തേക്കും സാലറി കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? ഈ പറയുന്ന സെക്ഷൻ 16 സബ്സെക്ഷൻ 1A അല്ലെങ്കിൽ ക്ലോസ് 1A പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് കുറച്ചതിന് ശേഷമുള്ള എത്രയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിയിൽ?
50,000. Okay. So ഇവിടെ ജോലി പറഞ്ഞു 50,000. ദാറ്റ് മീൻസ് എനിക്ക് സാലറി ആകെ 40,000 ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 10,000 റീഫണ്ട് കിട്ടുന്നതാണോ അതിന്റെ മീനിങ്? അല്ല, അപ്പൊ 40,000. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് മാക്സിമം റുപ്പീസ് 50,000. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? റുപ്പീസ് 50,000 or amount of salary which ever is lower. So maximum up to 50,000. So that means എനിക്ക് 60,000 salary ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ഡിഡക്ഷൻ കിട്ടാം? 50,000. So maximum എപ്പോഴും നമ്മൾ കാര്യം ശ്രദ്ധിച്ചോണം. ഒരു പ്രൊഫഷൻ എഴുതുമ്പോഴത്തേക്കും സാലറി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് 50,000 എഴുതിയാൽ ദാറ്റ് മീൻസ് എന്താണ്? 40,000 ഉണ്ടെങ്കിലും എനിക്ക് 50,000 ഡിഡക്ഷൻ കിട്ടുന്നതാണോ? അല്ല. സോ എനിക്ക് ആക്ച്വൽ സാലറി എത്രയാണോ അതിന്റെ ആ ആക്ച്വൽ സാലറി എത്രയാണ്? മാക്സിമം അപ് ടു 50,000. ദാറ്റ് മീൻസ് 50,000 ഓർ എമൗണ്ട് ഓഫ് സാലറി അല്ലെങ്കിൽ ആക്ച്വൽ സാലറി വിച്ച് എവർ ഈസ് ലോവർ വിച്ച് എവർ ഈസ് ലെസ് ആണ് എനിക്ക് എന്തായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടാൻ പോവുക? 50,000 or actual salary whichever is less. So എന്റെ സാലറി 70,000 ആണെങ്കിൽ എനിക്ക് എത്ര കിട്ടും ആക്ച്വലി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? 50,000. എന്റെ സാലറി 5 lakh ആണെങ്കിൽ എത്ര കിട്ടാം ഡിഡക്ഷൻ? എത്രയാണെങ്കിൽ ഉണ്ടോ? മാക്സിമം 50,000 or actual salary whichever is less. So എന്റെ സാലറി 40,000 ഉള്ളെങ്കിൽ എനിക്ക് എത്ര ഡിഡക്ഷൻ കിട്ടുള്ളൂ? 40,000. ക്ലിയർ അല്ലേ? സോ എപ്പോഴും പ്രൊവിഷൻ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, പ്രത്യേകിച്ച് ടാക്സിന് അങ്ങനെ എന്തെങ്കിലും 50,000. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് 50,000 എന്ന് എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി ആ പ്രൊവിഷൻ തെറ്റാണ്. സോ എന്താണ് മാക്സിമം ഓഫ് 50,000 എന്ന് പറഞ്ഞാൽ പിന്നെയും കറക്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ തന്നെ പറയണം? 50,000 ഓർ എമൗണ്ട് ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലോവർ. 50,000 ഓർ എമൗണ്ട് ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ. സോ നമ്മളിപ്പം ഏതൊക്കെ സെക്ഷൻ ഡിസ്കസ് ചെയ്തു? സെക്ഷൻ 15 സെക്ഷൻ മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം. സെക്ഷൻ 15 എന്താണ്? ചാർജബിലിറ്റി സെക്ഷൻ. ദെൻ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സാലറിയിൽ വരുന്ന ഡിഡക്ഷൻ, സെക്ഷൻ 16. സോ 16 എന്താണ്? 3 ക്ലോസസ്. സോ ക്ലോസും നോട്ട് ചെയ്തിരിക്കണം. സോ ഫസ്റ്റ് എന്താണ്? 16 ക്ലോസ് IA അല്ലെങ്കിൽ 1A എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. മാക്സിമം എത്ര വരെ കിട്ടാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? 50,000 or amount of salary. Or amount of salary whichever is less. Then second one, so very important, 16 subsection അല്ലെങ്കിൽ 16 clause 2. 16 clause 2. Okay, 16 clause 2. Entertainment allowance. Entertainment allowance. Entertainment allowance. Okay. So allowable as deduction for government employees. So that means എന്താണ്? ഇതൊരു സ്പെഷ്യൽ സെക്ഷൻ ആണ്. ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രം കിട്ടുന്ന ഒരു സെക്ഷൻ ആണ്. അതും ഗവൺമെന്റ് എംപ്ലോയീസിന് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് അലവൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് എന്ത്? സെക്ഷൻ 16 ക്ലോസ് 2 പ്രകാരം എന്റർടൈൻമെന്റ് അലവൻസ്. സോ ആർക്ക് മാത്രമാണ്? സോ എന്റർടൈൻമെന്റ് അലവൻസ് only for government employees. Okay, so ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗവൺമെന്റ് ദാറ്റ് മീൻസ് എന്താണ്? പ്രൈവറ്റ് എംപ്ലോയീസിന് എന്തില്ല? സെക്ഷൻ 16 ക്ലോസ് 2 പ്രകാരം എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 2 ഉണ്ടാവില്ല. സോ ഇവിടെ എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസിനും 16 ക്ലോസ് 2 ഉണ്ടാവണമെന്നുണ്ടോ? So that means ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കണം? ഗവൺമെന്റ് എംപ്ലോയീസിന് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കിട്ടിയിരിക്കണം? എന്റർടൈൻമെന്റ് അലവൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ ഉള്ളൂ. സോ നേരത്തെ പറഞ്ഞ പോലെ 50,000 എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ആക്ച്വൽ സാലറി അതിൽ കുറവാണെങ്കിൽ അത്രത്തോളം കിട്ടുള്ളൂ. സോ ഇവിടെ എനിക്ക് ആക്ച്വലി എന്റർടൈൻമെന്റ് അലവൻസ് ഇല്ല എന്നിട്ട് കൊണ്ടുവന്ന എന്റർടൈൻമെന്റ് അലവൻസ് കുറച്ച് കളയാമെന്ന് വിചാരിക്കരുത്. സോ ദാറ്റ് മീൻസ് എന്താണ്? ഇഫ് എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ് ബൈ എ ഗവൺമെന്റ് എംപ്ലോയി then only നമുക്ക് ഏത് സെക്ഷൻ അട്രാക്ട് ചെയ്യും? 16 ക്ലോസ് 2. ക്ലിയർ അല്ലേ? Yes, sir. ഇനിയാണ് നമുക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് അലവൻസ് ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്നുണ്ടോ എന്ന് വിചാരിക്കുക. ഈ കിട്ടുന്ന ഫുൾ അലവൻസ് നമുക്ക് 16 ക്ലോസ് 2 പ്രകാരം ഡിഡക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കേണ്ടത്.
സോ ഫുള്ള് കിട്ടില്ല. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ, സോ ഇതിന്റെ അണ്ടറിൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. സോ താഴെ പറയുന്നതിൽ മൂന്നില് ലീസ്റ്റ് ആണ്. സോ ഫസ്റ്റ് വൺ 20% ഓഫ് ബേസിക് സാലറി. 20% of basic salary. Then second one, rupees 5,000. Okay, so maximum no katra kitum rupees 5,000. Then third one, actual entertainment allowance. Okay, സോ ഒരു ഗവൺമെന്റ് എംപ്ലോയി ഉണ്ടോ? ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്റർടൈൻമെന്റ് അലവൻസ് കിട്ടിയിട്ടില്ല എങ്കിൽ, സോ നമ്മൾ ഈ സെക്ഷൻ പിന്നെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് എത്രയായിരിക്കും അവിടെ? നിൽ. സോ ഈ മൂന്നില് ഏറ്റവും കുറവ് എന്തായിരിക്കും? നില്ലല്ലേ? സോ അതുകൊണ്ട് ഉണ്ടോ എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അലവൻസ് കിട്ടിയെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഡിഡക്ഷൻ ഉള്ളൂ. സോ എനിക്ക് ഇപ്പൊ ജസ്റ്റ് ഞാൻ പറയാണ്, എനിക്ക് 10,000 രൂപ entertainment allowance ആയിട്ട് കിട്ടി. ഐ എം എ ഗവൺമെന്റ് എംപ്ലോയി. സോ ഇൻ ദാറ്റ് സെനാരിയോ എന്ത് ചെക്ക് ചെയ്യും? 20% ഓഫ് ബേസിക് സാലറി നോക്കും, 5,000, then 10,000. സോ ഇതിൽ 20 ബേസിക് സാലറി അറിയാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഈ 5,000 10,000 വെച്ച് നമുക്ക് എത്ര വരെ കിട്ടാം? മാക്സിമം 5,000. സോ ബേസിക് സാലറി തന്നിട്ടുണ്ടെങ്കിൽ അതിന് 20% കൂടെ കണ്ടുപിടിച്ചിട്ട് ഈ മൂന്ന് എമൗണ്ടിൽ ഏതാണോ കുറവ് അതേ നമുക്ക് എന്തായിട്ട് കിട്ടുള്ളൂ? ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Okay. Then section 16 clause 3. Section 6. So 16 clause 1 എന്താണ്? Standard deduction. So എങ്ങനെ തന്നെ പഠിക്കുക? rupees 50,000 or amount of salary whichever is less. Then second one 16 clause 2 entertainment allowance. അത് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ. കിട്ടാൻ പോകുന്ന ഡിഡക്ഷൻ എന്താണ്? ഈ പറയുന്ന മൂന്നിൽ ഏതാണോ ഏറ്റവും കുറവ് അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. 20% ഓഫ് ബേസിക് സാലറി, അല്ലെങ്കിൽ 5,000, അല്ലെങ്കിൽ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ്. ക്ലിയർ? Yes, sir. Then 16 clause 3 professional tax. അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ടാക്സ് ഓൺ employment. Tax on employment. So professional tax അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. സോ ഇത് എപ്പോഴാണ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക? എപ്പോഴാണ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് പെയ്ഡ് ബൈ എംപ്ലോയി. സോ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് അറിയാം. സോ ക്വസ്റ്റ്യനിലെ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കിട്ടുമോ ഇല്ലയോ? ഡിഡക്ഷൻ കിട്ടുമോ ഇല്ലയോ? പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി അങ്ങനെയാണെങ്കിൽ 16 clause 3 ഡിഡക്ഷൻ കിട്ടുമോ ഇല്ലയോ? എന്താണ് ഗൗരി? കിട്ടത്തില്ലല്ലോ സർ. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി ആണെങ്കിൽ. സോ ഗൗരിക്ക് സാലറി കിട്ടുന്നുണ്ട്. സോ എന്റെ ടാക്സബിൾ സാലറി കണ്ടുപിടിക്കാനായിട്ട്, സോ എനിക്ക് സാലറി 10 lakh കിട്ടുന്ന വിചാരിക്കുക. സോ 2,500 രൂപ എന്താണ് ഗൗരിയുടെ ടാക്സബിൾ പ്രൊഫഷണൽ ടാക്സ് ഗൗരിയുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഡിഡക്ട് ചെയ്ത എമൗണ്ടിനും കൂടെ ചേർത്ത് ടാക്സ് കൊടുക്കാൻ തയ്യാറാണോ? അല്ല. സോ ദാറ്റ് മീൻസ് എന്ത് ചെയ്യും?
പേ ചെയ്യുന്നത് എംപ്ലോയി ആണെങ്കിൽ എന്ത് കിട്ടണം? സോ ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടുണ്ടോ? സോ പേ ചെയ്യുന്ന എംപ്ലോയി ആണ് മീൻസ് എന്താണ്? എംപ്ലോയർ എൻ്റെ നിന്ന് ഡിഡക്ട് ചെയ്ത് അത് പേ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഈ പറയുന്ന 10 lakh അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറയാണ്, ഒരു ഫിഗറിന് വെച്ച് പറയാണ്, 1 lakh എന്ന് വിചാരിക്കുക സാലറി. 2500 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള മിച്ചമുള്ള എൻ്റെ കിട്ടുന്നത്. സോ എനിക്ക് ആ കൂടെ കിട്ടിയിരിക്കുന്നത് 98,500, 97,500. ഓക്കെ, 97,500. സോ ഞാൻ 1,00,000-നും ടാക്സ് കൊടുക്കുമോ? സോ എനിക്ക് ആകണ്ടേ, എനിക്ക് ഈ കൊടുത്ത ഈ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ട് എനിക്ക് മിച്ചമേ കിട്ടുന്നുള്ളൂ. ദാറ്റ് മീൻസ് ആക്ച്വലി എനിക്ക് എത്രേ കിട്ടുന്നുള്ളൂ? അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ്. സോ ദാറ്റ് മീൻസ് ഞാൻ എന്ത് ചെയ്യും? ആ ടോട്ടൽ എന്റെ ഡ്യൂ ആകുന്ന സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സാലറിയിൽ നിന്ന് എനിക്ക് എന്ത് കുറയ്ക്കാം? പെയ്ഡ് ബൈ എംപ്ലോയി ആണെങ്കിൽ എന്താണ്? അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 3. ഓക്കെ അല്ലേ? Yes, sir. Then ഇനി വേറൊരു സെനാരിയോ, ഈ എംപ്ലോയി അല്ല ഈ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തത്, പെയ്ഡ് ബൈ എംപ്ലോയർ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ടാക്സബിൾ ആണ്. ഡിഡക്ഷൻ കിട്ടുമല്ലോ. ഡിഡക്ഷൻ ഇപ്പൊ അതിനകത്ത് ഇപ്പൊ കണ്ടോ, അതായത് ഇപ്പൊ ജസ്റ്റ് നേരത്തെ പറഞ്ഞ അതായത് പറയാണ്, 1 ലക്ഷമാണ് എനിക്ക് കിട്ടുന്ന സാലറി. അതിൽ 2,500 രൂപ എന്റെ പ്രൊഫഷണൽ ടാക്സ് ആണ്. സോ അത് എംപ്ലോയർ പേ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ടാക്സ് ചെയ്യുന്നത് എത്രതിന്റെ പുറത്തായിരിക്കും? എനിക്ക് ഡിഡക്ഷൻ കിട്ടുമോ ഇല്ലയോ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള ഒരു കേസിൽ ഇവിടെ എനിക്ക് സാലറി ആയിട്ട് എത്ര കിട്ടി? ശ്രുതി പറഞ്ഞത് എന്തായിരുന്നു? ഡിഡക്ട് ചെയ്യില്ല എന്നാണ്. ചെയ്യില്ല. ഒരു പറഞ്ഞു ഡിഡക്ട് ചെയ്യാം, അപ്പോ ചെയ്യില്ല എന്നാണ്. ഓക്കെ, സോ ഇവിടെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് സാലറി ആയിട്ട് എത്ര കിട്ടി ശ്രുതി? 1 lakh അല്ലെ? സോ എംപ്ലോയർ എനിക്ക് വേണ്ടിയിട്ട് എന്തുകൂടെ പേ ചെയ്തിട്ടുണ്ട്? പ്രൊഫഷണൽ ടാക്സ് അല്ലെ? എത്രയാണത്? 2,500. സോ ഈ പ്രൊഫഷണൽ ടാക്സ് 2,500 എംപ്ലോയർ പേ ചെയ്യാൻ കാരണം എന്താണ്? എംപ്ലോയി റിലേഷൻഷിപ്പ് അല്ലെ? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് പേ ചെയ്തത്. ദാറ്റ് മീൻസ് എനിക്ക് എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തന്നിരിക്കല്ലേ എംപ്ലോയർ? സോ ദാറ്റ് മീൻസ് ആക്ച്വലി എനിക്ക് എന്ത് സാലറി കിട്ടിയിട്ടുണ്ട് അവിടുന്ന്? 1,02,500. സോ ആദ്യം എന്ത് ചെയ്യണം? എംപ്ലോയർ ആണ് പേ ചെയ്യുന്നതെങ്കിൽ ആദ്യം ടാക്സബിൾ അല്ലെങ്കിൽ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യണം? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 പ്രകാരം എനിക്ക് എന്ത് കിട്ടും? 2,500 കുറച്ചിട്ട് കറക്റ്റ് എത്ര കിട്ടിയായിട്ട് തന്നെ നിർത്തും, ഒരു 1 lakh. ക്ലിയർ ആയോ? സോ ഇവിടെ നോർമലി സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് വരാറുണ്ട്, 2,500 കൂട്ടിയിട്ട് 2,500 കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ വെറുതെ ഇങ്ങനത്തെ ഒരു മെനക്കേടിന്റെ ആവശ്യമില്ലല്ലോ, അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ നമുക്കുണ്ടോ, നമുക്ക് 2 ടൈപ്പ് ഓഫ്, ഇത് ഗ്രോസ് ആണ്. ഗ്രോസ് സാലറി ഈസ് ആക്ച്വലി എങ്ങനെയുണ്ടോ, എനിക്ക് 1 lakh rupees സാലറി ആയിട്ട് കിട്ടി. ഞാൻ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് മാത്രമല്ലേ 2,500 എനിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ അടച്ചിരിക്കുന്നത്. സോ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ വരണം? അല്ലെ, ഡെഫിനിഷൻ അതല്ലേ, സാലറിയിൽ വരണം. സോ ഗ്രോസ് സാലറി എനിക്ക് എത്ര കിട്ടി? 1,02,500. സോ അതിൽ നിന്ന് 2,500 എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. സോ അത് ഞാൻ എന്തായിട്ട് എടുത്തു? അത് എന്റെ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയർ അടച്ചാണ്. സോ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു? എന്റെ ടാക്സബിൾ അല്ലെങ്കിൽ സാലറിയിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ഡിഡക്ഷനിൽ ആ എമൗണ്ട് കുറച്ചു. ഇതാണ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. സോ ഇത് നെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 1 lakh എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റോങ് ആൻസർ. ബിക്കോസ് ഗ്രോസ് സാലറിയും നെറ്റ് സാലറി ആണ്. ബിക്കോസ് ഇത് ഡിഡക്ഷനിൽ ഒരു എമൗണ്ട് വന്നത്. സോ അങ്ങനെ നെറ്റ് ചെയ്താൽ മീനിങ് ആണ്, ഡിഡക്ഷൻ എന്നുള്ള ഒരു കാര്യമേ നമ്മൾ കാണിക്കില്ല, നെറ്റ് സാലറി. ക്ലിയർ ആണോ? സോ പെയ്ഡ് ബൈ എംപ്ലോയി, പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി ആണെങ്കിൽ ഒന്നും നോക്കാൻ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? സെക്ഷൻ 16 പ്രകാരം ഡിഡക്ട് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ എംപ്ലോയർ then ഫസ്റ്റ് എന്ത് ചെയ്യണം? ആഡ് ടു സാലറി as requisites under section 17 subsection will perquisite ആയിട്ട് then after that deduction under section 16 clause 3.
ക്ലിയർ ആണോ? സെക്ഷൻ 16 ഇത്രയും കാര്യങ്ങളുണ്ട് സെക്ഷൻ 16 ജസ്റ്റ് 3 ലൈനിൽ തീരുന്നതല്ല, അത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം. ഇത് എപ്പോഴും കയറി വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ എംപ്ലോയി, ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ എംപ്ലോയർ. സോ എംപ്ലോയർ പേ ചെയ്താൽ നെറ്റ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്തു, ഒന്ന് ലെസ് ചെയ്തു, വലിയ ഇമ്പാക്ട് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൻസർ റോങ് ആണ്. ഗ്രോസ് സാലറിയും നെറ്റ് സാലറിയാണ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇമ്പാക്ട് ഉണ്ടാകുന്നതാണ് എന്ത്? ഈ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 3 പ്രകാരം പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ഓർ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ശ്രുതി, ഗൗരി? ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? സോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ സെക്ഷൻ 16. സെക്ഷൻ 16 വേഗമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടില്ല. സെക്ഷൻ ക്ലോസ് 16 ക്ലോസ് 1യും ക്ലോസ് 2ഉം ക്ലോസ് 3യും കോട്ട് ചെയ്ത് തന്നെ എഴുതണം. ഓക്കെ അല്ലേ? ഒന്ന് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? സെക്ഷനിലേക്ക് പോവാം. സോ നമ്മൾ ഇപ്പം സെക്ഷൻ 15 ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 16 ദാറ്റ് മീൻസ് സെക്ഷൻ 16 3 സെക്ഷൻസ് ഏതൊക്കെയാണ്? 16 ക്ലോസ് 1A, 16 ക്ലോസ് 2 ആൻഡ് 16 ക്ലോസ് 3. ക്ലോസ് 1A എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാക്സിമം 50,000. ദെൻ 16 ക്ലോസ് 2 എന്താണ്? എന്റർടൈൻമെന്റ് അലവൻസ്. ആർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. സോ കിട്ടുന്ന ഡിഡക്ഷൻ എത്രയാണ്? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഒന്നുകിൽ 20% ഓഫ് ബേസിക് സാലറി, അല്ലെങ്കിൽ 5,000, അല്ലെങ്കിൽ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ്. ദെൻ 16 ക്ലോസ് 3 എന്താണ് പറയുന്നത്? ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്. സോ ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ എംപ്ലോയി ഒന്ന് നോക്കാൻ ഡയറക്റ്റ് നമുക്ക് എന്തിൽ കൊണ്ട് ഡിഡക്ട് ചെയ്യാം? 16 ക്ലോസ് 3 പ്രകാരം ഡിഡക്ഷൻ. ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ എംപ്ലോയർ ഫസ്റ്റ് എന്ത് ചെയ്യണം? സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ നമുക്ക് ഡയറക്റ്റ് പേയ്മെന്റ് ആയിട്ട് കിട്ടുന്നതല്ല, ഒരു ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെർക്വിസിറ്റിലോട്ട് എന്ന് പറയുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 3 എടുത്തിരിക്കണം. സോ ദാറ്റ് മീൻസ് ഇൻഫാക്ട് നെറ്റ് എഫക്ട് ഒന്നും തന്നെ ഇല്ല, ആഡ് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു, ബട്ട് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ 17 സബ്സെക്ഷൻ 1. 17 സബ്സെക്ഷൻ 1. ഓക്കെ, സോ 17 നമ്മൾ 3 സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 17 സബ്സെക്ഷൻ 1 പറയുന്നത് സാലറിയുടെ ഡെഫിനിഷൻ ഓഫ് ദാറ്റ് മീൻസ് ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. 17 സബ്സെക്ഷൻ 2 നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്, പെർക്വിസിറ്റ് ആണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ 17 സബ്സെക്ഷൻ 3 പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സാലറി 17 സബ്സെക്ഷൻ 1. സാലറി ഇൻക്ലൂഡ്സ് വേജസ്, any annuity or pension, any gratuity, any fee, commission, perquisite. ഇതാണ് പെർക്വിസിറ്റ് പറയുന്ന സെക്ഷൻ 17 സബ്സെക്ഷൻ 2 any profit in lieu of salary. സോ ഇവിടെ തൊട്ട് താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ 17 സബ്സെക്ഷൻ 3 ആണ് പ്രോഫിറ്റ് ഇൻ lieu of salary. ഇനി അഡ്വാൻസ് സാലറി. നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. സാലറി ഡ്യൂ അല്ലെങ്കിൽ റെസീറ്റ് ബേസിസിലാണ്. സോ ദാറ്റ് മീൻസ് അഡ്വാൻസ് കിട്ടിയാൽ അതെന്തായിട്ട് തന്നെ കൂട്ടും? ഡ്യൂ ഓർ റെസീറ്റ്, വിച്ച് എവർ ഈസ് റിസീവ്ഡ് എർലിയർ പോലെ ആകും. സോ അഡ്വാൻസ് സാലറി എന്താണ്? സാലറി തന്നെയാണ്. ദെൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. അഡ്വാൻസ് സാലറി 17 സബ്സെക്ഷൻ 1 വരും. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് അഡ്വാൻസ് സാലറി, ദെൻ സെക്കൻഡ് വൺ നോക്കാം, അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. സോ അഡ്വാൻസ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടാനുള്ള സാലറി നേരത്തെ വാങ്ങിച്ചു, ദാറ്റ് മീൻസ് ഡ്യൂ ഓർ റിസീവ്ഡ്. ഇതിന്റെ ബേസിസിലാണ് ഡ്യൂ ഓർ റിസീവ്ഡ്, വിച്ച് എവർ ഈസ് എർലിയർ ആണ്. ദാറ്റ് മീൻസ് അഡ്വാൻസ് സാലറി എന്ത് വരും? സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം സാലറി. ഈ അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി സംടൈംസ് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കയറി വരും. Advance salary means due or received basis. Whichever is earlier basis, advance salary will be taxable as salary as per, അല്ലെങ്കിൽ includes as salary as per section 17 subsection 1. Advance against salary എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഞാനൊരു എംപ്ലോയറുടെ കീഴിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. സോ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എനിക്ക് ഇയർലി സാലറി ഒരു 7.5 lakhs ആണ് വിചാരിക്കുക. 7.5 lakhs. സോ 10 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. സോ എംപ്ലോയറുടെ എന്തോ ഒരു അത്യാവശ്യം വന്നത്തേക്കും ഒരു 5 lakh rupees ഞാൻ അഡ്വാൻസ് അഗൈൻസ്റ്റ് സാലറി. സോ മീൻസ് എന്ത് പറഞ്ഞു? എന്റെ സാലറിയിൽ നിന്ന്
എല്ലാ വർഷവും എല്ലാ മാസവും 5000 വെച്ച് പിടിച്ചോ. സോ ദാറ്റ് മീൻസ് അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ ഈ 5 lakh എന്ത് എടുത്തതുപോലെയാണ്, ഒരു ലോൺ പോലല്ലേ. Yes, sir. സോ ദാറ്റ് മീൻസ് എനിക്ക് 10 വർഷമായിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി കുറച്ച് നാൾ ഇത്ര നാളത്തേക്ക് ഇവിടെ നിന്ന് വിട്ടു പോകില്ല എന്ന് എംപ്ലോയർക്ക് അത്രയും വിശ്വാസമുള്ള ഒരു എംപ്ലോയി ആണ്. സോ അയാൾ ഒരു 5 ലക്ഷം രൂപ ലോൺ ചോദിച്ചു. സോ അയാൾ തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയാണ്? തിരിച്ചടയ്ക്കുന്നില്ല. അയാൾ എന്ത് പറയാം, അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പറയാണ് എന്റെ സാലറിയിൽ നിന്ന് മാസാമാസം ഇത്ര രൂപ വെച്ച് കുറച്ചോളൂ അല്ലെങ്കിൽ ഇത്ര രൂപ വെച്ച് പിടിച്ചോളൂ. സോ ദാറ്റ് മീൻസ് പക്കാ ലോൺ അല്ലേ. അവിടെ സാലറി ഡ്യൂ ആകുന്നോ റിസീവ് ആകുന്നോ അതിനെ കുറിച്ച് യാതൊരു ബന്ധമില്ല. സോ ദാറ്റ് മീൻസ് അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി ഒരിക്കലും 17 സബ്സെക്ഷൻ 1 പ്രകാരം എന്തല്ല, ഇറ്റ് ഈസ് പക്ക ലോൺ ആണ്. എന്ത് കാണിച്ചാണ് എടുക്കുന്നത്? എനിക്ക് കിട്ടാൻ പോകുന്ന സാലറി വെച്ചുകൊണ്ട് ഞാൻ എന്തെടുത്തു, എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് അല്ലെങ്കിൽ ഒരു ലോൺ മേടിച്ചതുപോലാണ്. സോ ലോൺ ഞാൻ ഒന്നുകിൽ വേറൊരു രീതിയിൽ റീപേ ചെയ്യും, അല്ലെങ്കിൽ എന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോളാൻ പറയും. എങ്ങനെയാണെങ്കിലും എന്തിനെ അഫക്ട് ചെയ്യുന്നില്ല, ഡ്യൂ അല്ലെങ്കിൽ റിസീവിനെ അഫക്ട് ചെയ്യുന്നില്ല, ഒരു രീതിയിലും അഫക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അത് പക്ക ലോൺ ആണ്. therefore advance against salary will not be treated as salary as per section 17 subsection 1. Okay. Yes, sir. Then next one, the employer's contribution to recognized provident fund. Employer's contribution to recognized provident fund. Employer's contribution to recognized provident fund in excess of 12% of salary. Then interest credited to RPF in excess of 9.5% per annum. Then transferred balance URPF to RPF being employer contribution and interest on employer contribution. Any payment received in respect of any period, that means leave salary. So ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യാണ്. The contribution made by central government or any other employer in the previous year to the amount of employee under a pension scheme referred in section 80 CCD. Section 80 CCD. So ഇത്രയാണ് 17 subsection 1 പ്രകാരം സാലറി, വേജസ്, ആനുവിറ്റി, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, കമ്മീഷൻ, പെർക്വിസിറ്റ്, പ്രോഫിറ്റ് ഇൻ ലിeu സാലറി, വേജ് എല്ലാം എക്സെട്ര എല്ലാം. ദെൻ അഡ്വാൻസ് സാലറി, അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി ഇൻക്ലൂഡ് ചെയ്തില്ല. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ കേസ്, RPF-ലേക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആകുന്ന കേസ്, ട്രാൻസ്ഫർ ഫ്രോം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ഇതെല്ലാം നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഓരോന്നും ഡിസ്കസ് ചെയ്യുന്നതാണ്. ലീവ് സാലറി, ദെൻ കോൺട്രിബ്യൂഷൻ ടു section referred in section 80 CCD. Okay. Yes, sir. Then next one, 17 subsection 3. 17 subsection 2 നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇൻഡെപ്ത് ഒത്തിരി ഏരിയ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ ഇൻഫാക്ട് നമ്മുടെ ഒരു രണ്ട് ഇതായിട്ട് നമ്മൾ ആദ്യം അലവൻസസ്, ദെൻ അതിനുശേഷം പെർക്യൂസിറ്റ് എന്ന് പറയുന്ന ഏരിയ ആയിട്ട് തന്നെ രണ്ടായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ് 17 subsection 2. So profit 17 subsection 3, profit in lieu of salary. എന്താണ് പ്രോഫിറ്റ് ഇൻ lieu of salary ഒന്ന് നോക്കാം. The amount of any compensation due or received by an assessee from his employer or former employer at or in connection with termination of his employment or modification of the terms of condition of the employment. So ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലംസം എമൗണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, then any payment from URPF or such other fund to the extent which does not consist of contribution by assessee or interest on such contribution. Then any sum received under Keyman insurance policy, including the sum allocated by way of bonus on such policy. Any amount due or received by employee in lump sum or otherwise prior to employment or after cessation of employment. So ഇതെല്ലാമാണ് എന്ത്, പ്രോഫിറ്റ് ഇൻ lieu of salary. Okay. So ഈ ലാസ്റ്റ് കേസ് ഒന്ന് ശ്രദ്ധിക്കണം. എമൗണ്ട് ഡ്യൂ റിസീവ്ഡ് ഫ്രം എംപ്ലോയി ഇൻ ലംപ് സം എമൗണ്ട് പ്രയർ ടു എംപ്ലോയ്മെന്റ്. സോ ഞാൻ ഒരു എംപ്ലോയർ ആയിട്ട് കയറുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ലംപ് സം എമൗണ്ട് തന്നു. ദാറ്റ് മീൻസ് ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. സോ അവിടുത്തെ ഒരു മെയിൻ വർക്കറാണ് ഞാൻ. ആ കമ്പനിയിൽ നിന്ന് എന്നെ പുതിയൊരു കമ്പനിയിലേക്ക് അവർ കൂടുതൽ സാലറി എന്ന് ക്ഷണിക്കുകയാണ്. സോ അവരുടെ ഒരു നോട്ടീസ് പീരീഡോ അല്ലെങ്കിൽ ഒരു പീരീഡിലേക്ക് എന്താണ് വേറെ എവിടെയും ഞാൻ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് ലംപ് സം എമൗണ്ട് തരുന്നതിനാണ് പറയുന്നത്. അതും നമുക്ക് എന്താണ് ആക്ച്വലി പ്രയർ ടു എംപ്ലോയ്മെന്റ്, എംപ്ലോയർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ആഫ്റ്റർ സെസേഷൻ. സോ എന്റെ കമ്പനിയിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്, ബട്ട് അവരെനിക്ക് ലംപ് സം എമൗണ്ട് തരുന്നത് എന്താണ്, ഞാൻ അവിടുത്തെ ഒരു പർട്ടിക്കുലർ നോഹൗ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളായിരുന്നു, ബട്ട് ഞാൻ ഇനി വേറെ എവിടെയും പോയി ചെയ്യരുത്. ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് തന്നാലും അത് എന്തായിട്ട് കണക്കാക്കും,
employer relationship illa, adendayitte kootum profit in lieu of salary, it will be treated as salary as per section 17 subsection. So 17 subsection 1 il endu included aanu? Profit in lieu of salary um requisite um included aanu. Okay alle? Yes, sir. So iniyum onnu shradhikkam. So iniyanu nammal ഓരോരോ ഹെഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് സാലറിയിൽ വരുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്ന് നോട്ട് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് salary, taxable salary. Computation of taxable salary. Particulars amount in rupees. Particulars then amount in rupees. So ശ്രദ്ധിക്കാം. സോ എന്തൊക്കെയാണ് നമ്മൾ സാലറിയിൽ നമ്മൾ നോർമലി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ വരുന്ന ഒരു ഫോർമാറ്റ് ആണ് ഇനി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ബേസിക് സാലറി. ബേസിക് സാലറി. സോ ബേസിക് സാലറിയിൽ നമുക്ക് എന്തെങ്കിലും എക്സംഷനോ ഡിഡക്ഷനോ എക്സംഷനോ എന്തെങ്കിലും കിട്ടുമോ? ബേസിക് സാലറിയിൽ കിട്ടുമോ? എന്തെങ്കിലും കുറയോ ഇതിനകത്ത്? ടാക്സബിൾ സാലറിയിൽ നിന്ന് ഇതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കോ ഇല്ലയോ? അതോ ഫുള്ളി ടാക്സബിൾ ആണോ? ഫുള്ളി ടാക്സബിൾ ആണ്. ബേസിക് സാലറി ഫുള്ളി ടാക്സബിൾ. Then second one, DA, dearness allowance. DA, dearness allowance. So dearness allowance inathe exemption endengilum undo allengil fully taxable aanu? fully taxable aanu. So DA namukku rendu reethiyilundu. In terms of employment. In terms of employment agam allengil not forming, not in terms of employment. So ഇത് രണ്ടാണെങ്കിലും എന്താണ്? fully taxable ആണ് in the dearness allowance. Okay, so അതെന്താന്നുള്ള ഇതിന്റെ ഈ പറഞ്ഞ രണ്ട് ആയിട്ട് തരംതിരിക്കുന്ന എന്തിനാന്നുള്ളത് നമ്മൾ പിന്നീടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. So DA fully taxable whether it is in terms of employment or not in terms of employment. So DA in terms of employment means forming part of retirement benefit. In terms of employment means forming part of retirement benefit. Not in terms of employment means not forming part of retirement benefit. Then so 17 subsection 1 പ്രകാരം നമ്മൾ wages basic പറഞ്ഞു. Then ഇപ്പൊ DA പറഞ്ഞു. Then any annuity, pension, then gratuity. Then commission കിട്ടുന്നുണ്ടെങ്കിൽ commission കിട്ടുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണോ അല്ലയോ? കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സാലറി കമ്മീഷൻ കിട്ടുന്നത് എന്തിന്റെ ബേസിസിലായിരിക്കും? കമ്മീഷൻ കിട്ടുന്നത് അല്ലേ? സോ ഒന്നുകിൽ ഇൻ ടേംസ് ഓഫ് ടേൺ ഓവർ ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയി അച്ചീവ് ചെയ്യുന്ന ടേൺ ഓവറിന്റെ ബേസിസിലോ ഓർ അതേഴ്സ്. സോ ടോട്ടൽ കമ്പനി ഇത്ര ടേൺ ഓവർ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു കമ്മീഷൻ കൊടുക്കാൻ ഏതാണെങ്കിലും എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണോ അല്ലയോ? കമ്മീഷൻ ഫുള്ളി ടാക്സബിൾ. സോ ബേസിക് പോലെയും DA പോലെയും കമ്മീഷനും എന്താണ്? ഫുള്ളി ടാക്സബിൾ. ദെൻ ബോണസ് ടാക്സബിൾ ആണോ അല്ലയോ? ബോണസ്. സോ ബോണസിന്റെ കാര്യം ശ്രദ്ധിച്ചോണം. ബോണസ് നമുക്ക് എന്താണ്? ബോണസ് ഡിക്ലെയർ ചെയ്താൽ പോരാ. ബോണസ് എന്ത് ചെയ്തിരിക്കണം? ടാക്സബിൾ ഓൺ റെസീറ്റ് ബേസിസ്. സോ സ്റ്റാർട്ട് എഴുതുക. ബോണസ് മാത്രം അല്ലെ? സോ നമ്മൾ
സാലറിയുടെ കേസിൽ ഡ്യൂ ഓർ റെസീറ്റ് ബേസിസിൽ പറയും. ബട്ട് ബോണസ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ബോണസ് ആർക്ക് കിട്ടിയിരിക്കണം? എംപ്ലോയിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബോണസ് ടാക്സ് ചെയ്യത്തുള്ളൂ. ഓൺ taxable on receipt basis and not on declared basis. So bonus declare ചെയ്താൽ പോരാ, ബോണസ് ആക്ച്വലി ആർക്ക് കിട്ടിയിരിക്കണം? ഈ ഡിക്ലെയർ ചെയ്ത ബോണസ് എംപ്ലോയിക്ക് കൊടുത്തു. ദാറ്റ് മീൻസ് എംപ്ലോയി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടാക്സ് ദ സാലറി. ബിക്കോസ് ഈ ബോണസ് കിട്ടുന്ന എന്തിന്റെ ഏത് രീതിയിലാണ്? എംപ്ലോയി റിലേഷൻഷിപ്പിലാണ് ഈ ബോണസ് കിട്ടുന്നതെങ്കിൽ ആക്ച്വൽ ബോണസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ ബി ടാക്സ്ഡ് അല്ലെ. സോ ബോണസ് ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞ് മാത്രം ഡ്യൂ ബേസിസിൽ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബോണസ് ടാക്സ് ചെയ്യാൻ പറ്റില്ല. എന്താണ് നമ്മൾ നോക്കേണ്ടത്? ബോണസിന്റെ കേസിൽ മാത്രം ആക്ച്വലി എംപ്ലോയി അത് റിസീവ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ അല്ലേ? Yes, sir. Then advance salary. Taxable. നമ്മൾ ഓൾറെഡി പറഞ്ഞു, taxable on receipt basis. ബിക്കോസ് ഇവിടെ എന്താണ് ഡ്യൂ ആകുന്നത് പിന്നീടായിരിക്കും. അഡ്വാൻസ് സാലറി ആദ്യം റെസീറ്റ് ആണ്. സോ സെക്ഷൻ 15 പ്രകാരം receipt or due or receipt whichever is earlier, അത് വെച്ചിട്ട് അഡ്വാൻസ് സാലറി taxable. Then next one, arrear salary. Arrear salary taxable ആണോ അല്ലയോ? എന്താണ് ഈ അരിയർ സാലറി? ദാറ്റ് മീൻസ് എനിക്ക് ഫണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടായിരുന്നു, എന്തോ ഡിസ്പ്യൂട്ട് കാരണം അല്ലെങ്കിൽ ഏതോ ഒരു കാരണം കൊണ്ട് കിട്ടിയില്ല, ബട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടിയാൽ സോ അരിയർ സാലറി എപ്പോഴായിരിക്കും ടാക്സബിൾ ആകുക? ഡ്യൂ ആകുന്ന ബേസിസിലാണ്. അരിയർ സാലറി മീൻസ് എന്താണ്? ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടില്ല, ഡ്യൂ ആയിട്ടുണ്ട്. സോ എന്താണ്? നമ്മുടെ ഏതോ പ്രീവിയസ് ഇയറിൽ എന്താണ് എന്തോ ഡിസ്പ്യൂട്ട് ഉണ്ടായി. ദാറ്റ് മീൻസ് എനിക്കത് കിട്ടിയിട്ടില്ല. സോ എനിക്ക് കിട്ടാത്ത ഒരു കാര്യത്തിന് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ടാക്സ് പേ ചെയ്യില്ല. ബട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ 2022 പല വർഷത്തെ കിട്ടി. സോ നമ്മൾ എന്താ ആക്ച്വലി എന്താണ് അരിയർ സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് റിസീവ്ഡ്. Taxable in the year in which it is received. Taxable in the year in which it is received. So arrear salary ഏത് വർഷമാണോ ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടിയത് ആ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? Yes, sir. Then നമുക്ക് കിട്ടുന്നത് ഗ്രാറ്റുവിറ്റി, then പെൻഷൻ. സോ ഇതെല്ലാം നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന ഓരോ സെക്ഷനായിട്ട്. പെൻഷൻ, then ലീവ് സാലറി, then allowances, then PF ലേക്കുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവിടുന്നുള്ള റീഷീറ്റിംഗ് കാര്യങ്ങളും, then വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം, then ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ് സാലറി, അലവൻസസ്. സോ അലവൻസ് നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. 10 സബ്സെക്ഷൻ 13 നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് ഒരു സ്പെസിഫിക് സെക്ഷൻ, പ്ലസ് 10 സബ്സെക്ഷൻ 14 കുറെ അലവൻസസ്. PF, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം, then retrenchment compensation,
റിസീവ് ചെയ്യുന്നത്. ദെൻ പെർക്വിസിറ്റ്സ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ അപ് ടു ദിസ് പോയിന്റ് നമുക്ക് കിട്ടുന്നത് ബേസിക് DA, കമ്മീഷൻ, ബോണസ്, ദെൻ ഇതെല്ലാം ഗ്രാറ്റുവിറ്റി പെൻഷൻ കഴിഞ്ഞ് അലവൻസസിനകത്ത് വരും, അലവൻസ്. ദെൻ അതിനുശേഷം എന്താണ് പെർക്വിസിറ്റ്സ്. സോ പെർക്വിസിറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി. സോ ഈ ഗ്രോസ് സാലറിന് എന്ത് നമ്മൾ ചെയ്യും? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. സോ എന്തൊക്കെയാണ് വരുന്നത്? അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 1A IA ഇതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ദെൻ ക്ലോസ് 2 എന്തായിരുന്നു? ക്ലോസ് 2 എന്തായിരുന്നു? എന്റർടൈൻമെന്റ് അലവൻസ്. സോ ഇത് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ ഈ ഡിഡക്ഷൻ? സോ ഗവൺമെന്റ് എംപ്ലോയീസ്. സോ ഇപ്പൊ പ്രൈവറ്റ് കമ്പനീസിന് എന്റർടൈൻമെന്റ് അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ഫുള്ള് ടാക്സ് ചെയ്യും. എന്ത് കിട്ടൂല? ഡിഡക്ഷൻ കിട്ടൂല എന്നാണ് പറയുന്നത്. ദെൻ 16 ക്ലോസ് 3 ഇതാണ് പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. സോ ഇത് മൂന്നും കൂടെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? നെറ്റ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി. ഓക്കെ ആണോ? സോ ഇതാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും എന്തോ ബേസിക് എന്നിട്ടുണ്ടാവും DA, കമ്മീഷൻ അല്ലെങ്കിൽ ബോണസ്. ദെൻ എന്തോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഗ്രാറ്റുവിറ്റി, ദെൻ പെൻഷൻ, ദെൻ ലീവ് സാലറി, അലവൻസസ് എല്ലാം PF പ്രോവിഡന്റ് ഫണ്ടിലേക്ക് റെക്കഗ്നൈസ്ഡ്, അൺറെക്കഗ്നൈസ്ഡ്, സൂപ്പറാനുവേഷൻ ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് ദെൻ VRS കോമ്പൻസേഷന്റെ കേസ്, റിട്രീച്ച്മെന്റ് കോമ്പൻസേഷൻ, ദെൻ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന വേറൊരു ഏരിയ ആണ് പെർക്വിസിറ്റ്സ്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി. ഗ്രോസ് സാലറി എന്നാണ് നമ്മൾ എന്ത് കുറയ്ക്കുന്നത്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. സോ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് കൂടെ പറയാമോ? ചാർജിങ് സെക്ഷൻ എന്താണ് സാലറിയുടെ? സെക്ഷൻ 15. ദെൻ ഡിഡക്ഷൻ, സാലറിയിൽ വരുന്ന ഡിഡക്ഷൻ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 16 അല്ലെ? സോ അതിനകത്ത് സബ് ക്ലോസസ് ഉണ്ട്. ദെൻ സാലറി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ഇൻക്ലൂസീവ് സെക്ഷൻ ആണ് 17. ജസ്റ്റ് 17 എന്ന് പറയരുത്, 17 സബ്സെക്ഷൻ 1. ദെൻ പ്രോഫിറ്റ് ഇൻറ്റു സാലറി സെക്ഷൻ 17 സബ്സെക്ഷൻ 3. ദെൻ നമുക്ക് 70 പെർക്വിസിറ്റ് 17 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ സാലറിയിലേക്ക് നമുക്ക് ഉണ്ടോ? സോ സാലറിയുടെ ഒരു കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ടാക്സബിൾ സാലറി അല്ലെങ്കിൽ നെറ്റ് സാലറി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷന്റെ ഫോർമാറ്റ് ആണിത്. ബേസിക് സാലറി, ദെൻ DA ഉണ്ടെങ്കിൽ അത്, കമ്മീഷൻ ഉണ്ടെങ്കിൽ അത്, ബോണസ് ആക്ച്വലി എംപ്ലോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദെൻ അഡ്വാൻസ് സാലറി, റിയൽ സാലറി ഏത് വർഷമാണ് കിട്ടുന്നത്. ദെൻ ഇതാണ് നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ് സാലറി, ദെൻ അലവൻസസ് ഓരോന്നായിട്ട് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ക്ലിയർ അല്ലേ? സുനിലും ക്ലിയർ അല്ലേ? സുനിലെ ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. സോ ഇനി നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് വൺ ഗ്രാറ്റുവിറ്റി. സോ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 ആണ് ഗ്രാറ്റുവിറ്റിയുടെ നമ്മൾ, അതായത് എത്രത്തോളം ഗ്രാറ്റുവിറ്റി ടാക്സബിൾ സാലറി. സോ സെക്ഷൻ 10 എന്ന് പറയുന്ന എല്ലാം എന്താണ്? എക്സംപ്റ്റഡ് ആണ് അല്ലെ? സോ ദാറ്റ് മീൻസ് ടോട്ടൽ ഗ്രാറ്റുവിറ്റി ഫുള്ളി എക്സംപ്റ്റഡ് സെക്ഷൻ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തു. സോ സാലറിയിൽ നമ്മൾ എക്സംഷൻ, അതായത് 10 സബ്സെക്ഷൻ വരുന്ന ഒരു സെക്ഷൻ ആണ് എന്ത്? ഗ്രാറ്റുവിറ്റി. സോ ഗ്രാറ്റുവിറ്റി, സോ ഒന്ന് നോട്ട് ചെയ്യാം. ഗ്രാറ്റുവിറ്റി സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പ്രകാരം ഗ്രാറ്റുവിറ്റി എത്രത്തോളം ടാക്സബിൾ ആകും അല്ലെങ്കിൽ എത്രത്തോളം എക്സംഷൻ അല്ലെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
So 10 subsection 10 gratuity. 10 subsection 10 gratuity. So ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത് രണ്ടായിട്ട് തിരിക്കുകയാണ് ഞാൻ. രണ്ടായിട്ട് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ഗ്രാറ്റുവിറ്റി ഡ്യൂറിങ് എംപ്ലോയ്മെന്റ്, ഡ്യൂറിങ് എംപ്ലോയ്മെന്റ്. So gratuity received during employment. So that means എന്താണ്, at the time of employment സമയത്ത് തന്നെ gratuity കിട്ടിയാൽ. Then second one, gratuity at the time of retirement. So gratuity retire ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന gratuity. So രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് സമയത്ത് എന്തെങ്കിലും gratuity എന്ന് പറഞ്ഞ് കിട്ടിയാൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? അതല്ല, അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് സമയത്താണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന ഒരു ഫണ്ട് എമൗണ്ട് കിട്ടിയാൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? ഓക്കെ, സോ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഡ്യൂറിങ് എംപ്ലോയ്മെന്റ് ഫുള്ളി ടാക്സബിൾ ഫോർ ഗവൺമെന്റ് ആൻഡ് നോൺ government employees. So during employment ആണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നെങ്കിൽ ഒന്നും നോക്കാനില്ല. ഗവൺമെന്റ് എംപ്ലോയീസിനും അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിനും എല്ലാം എന്താണ് കിട്ടിയ എമൗണ്ട് ഫുള്ള് ടാക്സബിൾ ആയിരിക്കുന്നു. ഓക്കെ അല്ലേ? Yes, sir. Then ഇനി നോക്കാം, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. സോ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ, ഗവൺമെന്റ് എംപ്ലോയീസ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നതെങ്കിൽ എന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ്. സോ ദാറ്റ് മീൻസ് ഡ്യൂറിങ് എംപ്ലോയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആരാണെങ്കിലും, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിലും എന്ത് ചെയ്യും, പിടിച്ച് ടാക്സ് ചെയ്യും. സോ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. സോ റിട്ടയർമെന്റ് ടൈമിലാണ് കിട്ടുന്നത്, അത് ഗവൺമെന്റ് എംപ്ലോയീസിനാണ് കിട്ടുന്നത്, ഒന്നും നോക്കാനില്ല, എന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ്. ക്ലിയർ അല്ലേ? Yes, sir. ഇനി അടുത്തത് എന്താണ്, അതർ ദാൻ അല്ലെങ്കിൽ അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ്. സോ അതർ എംപ്ലോയീസ് അല്ലെങ്കിൽ അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നതെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം. സോ വെരി ഇമ്പോർട്ടന്റ്. സോ ഈ പർട്ടിക്കുലർ എംപ്ലോയി കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആണോ നോക്കാം. കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട്, കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണ് നോക്കാം. Then second scenario എന്ത് വരും, not covered, not covered under gratuity act 1972. Okay, so ഒന്നുകിൽ covered under gratuity act 1972 ആയിരിക്കും, അല്ലെങ്കിൽ not covered under gratuity act 1972. So very important. So covered under gratuity act 1972 ആണെങ്കിൽ least of the following is exempted. So that means total gratuity tax ചെയ്യൂല, taxable salary ആയിട്ട് എടുക്കൂല. എന്താണ് ഈ പറയുന്നതില് ലീസ്റ്റ് എന്തായിട്ട് കിട്ടും, exemption under section 10 subsection 10 ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? Yes, sir. So very important. So ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് വൺ, ലീസ്റ്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് വൺ 15/26 into last drawn salary. 15/26 into last drawn salary into completed years of service into completed
years of service, part in excess of 6 months. So 15 by 26 into last drawn salary into completed years of service, part in excess of 6 months, completed years of salary, completed years of service, part in excess of 6 months. Then second one, 20 lakhs. Then third one, actual gratuity received. Actual gratuity received. Actual gratuity received. Okay, so ഇവിടെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രാറ്റുവിറ്റി ഡ്യൂറിങ് എംപ്ലോയ്മെന്റ് എല്ലാവർക്കും ടാക്സബിൾ. ആരാണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ടാക്സബിൾ ആണ്. സോ ആക്ച്വലി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ആണ് എന്ത് തന്നെ വരുന്നത്, സെക്ഷൻ 10 അല്ലെ. സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എക്സംഷൻ ആണ്. സോ അറ്റ് ദ ടൈം ഓഫ് ഡ്യൂറിങ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ ഒരു എക്സംഷനും ഇല്ല. സോ അതുകൊണ്ട് എന്താണ് 10 സബ്സെക്ഷൻ 10 അത് കവർ ചെയ്യുന്നില്ല, ഫുള്ളി ടാക്സബിൾ ആണ്. 10 സബ്സെക്ഷൻ. സോ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിലോ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഫുള്ളി എക്സംപ്റ്റഡ്. ഒന്നും നോക്കണ്ട, ഒരു കമ്പ്യൂട്ടേഷനും വേണ്ട, ഫുള്ളി എക്സംപ്റ്റഡ്. ബട്ട് അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നോക്കണം. എന്താണ്, പർട്ടിക്കുലർ എന്റർപ്രൈസ് അല്ലെങ്കിൽ എംപ്ലോയി കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണോ? ആണെങ്കിൽ എന്താണ്, താഴെ പറയുന്ന മൂന്നില് ലീസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സംഷൻ. ഫസ്റ്റ് വൺ എന്താണ്, 15 by 26 into ലാസ്റ്റ് ഡ്രോൺ സാലറി into completed years of service, part in excess of 6 months, അല്ലെങ്കിൽ 20 lakhs അല്ലെങ്കിൽ actual gratuity received, whichever is least. Clear ആണോ? Yes, sir. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു, ലാസ്റ്റ് ഡ്രോൺ സാലറി. താഴെ സ്റ്റാർട്ട് എഴുതുക, ലാസ്റ്റ് ഡ്രോൺ സാലറി. എന്താണ് ഇതിന്റെ മീനിങ്, ലാസ്റ്റ് ഡ്രോൺ സാലറി? സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ 16 ഇതിനകത്ത് സാലറിയിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടത്. ഇൻഫാക്ട് സോ 16 clause 2 അല്ലെ, എന്തായിരുന്നു 16 clause 2? എന്റർടൈൻമെന്റ് അലവൻസ് അല്ലെ. സോ എന്റർടൈൻമെന്റ് അലവൻസ് ഡിഡക്ഷൻ ആയിട്ട് ആർക്ക് മാത്രമാണ് കിട്ടുന്നത്, ഗവൺമെന്റ് എംപ്ലോയീസ്. സോ ഫുള്ള് എന്റർടൈൻമെന്റ് അലവൻസ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുവാണോ ചെയ്യുന്നത്? അല്ല. സോ അതിനകത്ത് എന്താണ്, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഒരു 5000 പറഞ്ഞു, ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് പറഞ്ഞു, പിന്നെ എന്താണ് പറഞ്ഞത്, 1/5 അല്ലെങ്കിൽ 20%, 1/5 into ബേസിക് അല്ലെങ്കിൽ 20% ഓഫ് ബേസിക് സാലറി. ഓക്കെ, സോ ഇവിടെ ഉണ്ടോ, സോ ഇതിനകത്ത് സാലറി ആണ് ഇതിനകത്ത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഇൻഫാക്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ പെൻഷൻ ഓരോന്ന് കണ്ടുപിടിക്കുമ്പോഴും സാലറി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സോ ഇതിൽ തന്നെ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പ്രിവിൽ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഓൺ സാലറി എന്ന് പറഞ്ഞാൽ നോക്കേണ്ടത് പേരിൽ തന്നെ ഉണ്ട് ലാസ്റ്റ്. സോ സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്, ബേസിക് മാത്രമാണോ അല്ല വേറെ എന്തെങ്കിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? സോ ലാസ്റ്റ് ഓൺ സാലറി എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ബേസിക് സാലറി പെർ മന്ത്. സോ ലേറ്റസ്റ്റ് ബേസിക്, ദെൻ അതിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം, ആഡ് ലേറ്റസ്റ്റ് DA. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലാസ്റ്റ് ഡ്രോൺ സാലറി. ക്ലിയർ ആയോ? സോ 16 clause 2 എടുത്ത പോലെ ബേസിക് മാത്രമല്ല എടുക്കുന്നത്, ഇവിടെ ബേസിക്കിന്റെ കൂടെ എന്ത് കൂടെ എടുക്കും, DA. ദാറ്റ് മീൻസ് ജസ്റ്റ് DA മീൻസ് ഏത് DA, നമ്മൾ നേരത്തെ DA യിൽ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് DA ഉണ്ട്, DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, DA നോട്ട് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഇതിൽ ഏത് DA ആയിക്കോട്ടെ,
നമുക്ക് എന്താണ് അവസാനം കിട്ടിയ ലേറ്റസ്റ്റ് DA നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. Then ഇവിടെ ഉണ്ടോ 15/26 into last drawn salary into completed years of service part in excess of 6 months. Part in excess of 6 months. So അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയാണ് 25 years 4 months കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എത്രയായിട്ട് എടുക്കും നമ്മൾ? 25 years. 25 years. Then ഇതില് 25 years and 6 months എത്രയായിട്ട് എടുക്കും? 25 years. 25 years. Then 25 years and 9 months എത്രയായിട്ട് എടുക്കും? 26 years. 26 years. ഉണ്ടോ? 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? മുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. 6 മാസം വരെ എന്താണ് ആ 6 മാസം അല്ലെങ്കിൽ ആ പകുതി അല്ലെങ്കിൽ ആ ഫ്രാക്ഷൻ നമ്മൾ എടുക്കൂല. 6 മാസത്തിന് മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മുകളിലോട്ട് റൗണ്ട് ചെയ്യും. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത് completed years of service part in excess of 6 months. സോ 6 മന്ത്സിന് മുകളിലാണെങ്കിൽ ഫ്രാക്ഷൻ എന്ത് ചെയ്യും? റൗണ്ട് ചെയ്യും, ഹയറിലേക്ക് റൗണ്ട് ചെയ്യും. 6 മന്ത്സ് വരെയൊക്കെ ആണെങ്കിൽ എന്താണ് ഫ്രാക്ഷൻ ഇഗ്നോർ ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. ഇനി എന്താണ് ഒരു കാര്യം കൂടെ ഉണ്ട്. ആർക്ക്? അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് ലീസ്റ്റ് ഓഫ് ദ following is exempted. List of the following is exempted. So list of the following is exempted. So the first one 1/2 into 1/2 into average salary of last 10 months into completed years of service. Completed years of service. Bracket കൊടുക്കുക. Fraction ignored. So fraction എത്ര വന്നാലും 11 months വന്നാലും എന്താണ് fraction ignore ചെയ്യും. That means മുഴുവൻ വർഷമാണെങ്കിൽ മതി. Fraction ignored. Then അടുത്തത് ഇതേപോലെ തന്നെ 20 lakhs. Then actual gratuity received. Actual gratuity received. Actual gratuity received. Clear ആണോ? നോക്കണ്ടോ? രണ്ടിലും എന്താണ് ഈ ഇത് മാത്രമാണ് ഇവിടെയും ഒരു കമ്പ്യൂട്ടേഷൻ ഇവിടെ ആയിരിക്കും. ബാക്കി രണ്ടും എന്താണ് 20 lakh ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്. സോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഫസ്റ്റ് വൺ മാത്രമാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻ വരുന്നത്. ബട്ട് അത് അത്രത്തോളം നമ്മൾ അറിഞ്ഞിരിക്കണം. 15/26 into ലാസ്റ്റ് ഓൺ സാലറി, ദാറ്റ് മീൻസ് ലാസ്റ്റ് ഡ്രോൺ ആയിട്ടുള്ള ബേസിക് പ്ലസ് DA. സോ ഇവിടെ ആവറേജ് സാലറി, സോ ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 months, ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 months. സോ ഇവിടെ ശ്രദ്ധിക്കാം, താഴെ സ്റ്റാർ ഇട്ട് കൊടുക്കാം. ആവറേജ് സാലറി കണ്ടുപിടിക്കുന്ന കേസ് ആവറേജ് സാലറി. ഓക്കെ, സോ ആവറേജ് സാലറി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് പോയിന്റ് ഡോണ്ട് ഇൻക്ലൂഡ് month of retirement. സോ റിട്ടയർമെന്റ് എടുത്ത വർഷത്തെ മന്തിലെ സാലറി എടുക്കില്ല. അത് കൂടാതെ സോ ആവറേജ് ഓഫ് അതിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ ആവറേജ് സാലറി. ആവറേജ് മീൻസ് എന്താണ്? 10 മാസത്തെ സാലറി ആഡ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം?
10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അല്ലേ ആവറേജ്? Yes, sir. സോ ഇനി നമുക്കൊരു കാര്യം വരണം. എന്താണ് ഈ സാലറി ഫോർ കമ്പ്യൂട്ടിംഗ്? സാലറി ഫോർ കമ്പ്യൂട്ടിംഗ് ആവറേജ് സാലറി. സോ ആവറേജ് സാലറി കണ്ടുപിടിക്കാനായിട്ട് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ലാസ്റ്റ് ഓൺ സാലറി മീൻസ് എന്തായിരുന്നു? ബേസിക് പ്ലസ് ജസ്റ്റ് DA. ബട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും അത് ഡിഫറെന്റ് ആണ്. സോ ആവറേജ് സാലറി കണ്ടുപിടിക്കാൻ സാലറി വരുന്നത് എന്താണ്? എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ബേസിക് പ്ലസ് അല്ലെങ്കിൽ ആഡ് ബേസിക് പ്ലസ് DA in terms of just DA അല്ല, DA in terms of employment, DA in terms of employment plus add commission as a percentage of turnover achieved. So just കിട്ടുന്ന commission അല്ല, commission as a percentage of turnover. So ഇത് മൂന്നും കൂടെ കൂട്ടി കിട്ടുന്നതാണ് എന്ത്? ആവറേജ് സാലറി കണ്ടുപിടിക്കാനായിട്ട്, ആവറേജ് ഓഫ് സാലറി കണ്ടുപിടിക്കാനായിട്ട് സാലറി. സോ 10, അതായത് നമ്മൾ ഏത് വർഷമാണോ റിട്ടയർഡ് ആണ് അതിന് തൊട്ട് മുമ്പിലത്തെ 10 വർഷത്തെ ബേസിക് ആഡ് ചെയ്യുക, 10 വർഷത്തെ DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആഡ് ചെയ്യുക, 10 വർഷത്തെ ടേൺ ഓവർ എടുത്ത് അതിന്റെ എത്രയാണോ പേഴ്സൻറ്റേജ് പറഞ്ഞാൽ അത് ആഡ് ചെയ്യുക, അതേ ഡിവൈഡ് ബൈ 10 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ആവറേജ് സാലറി. ദെൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഫ്രാക്ഷൻ ഇഗ്നോർഡ്. സോ ദാറ്റ് മീൻസ് ഈ കേസിൽ അതായത് നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ 25 years 11 months വന്നാലും എത്രയായിട്ട് എടുക്കുള്ളൂ? 25 years. 25 years ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ. സോ ക്ലിയർ ആണോ? സോ സാലറിയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൊനസ്റ്റ് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇത്. കണ്ടോ എല്ലാം കണക്ക് ഓർത്തോണം. സോ നമ്മൾ 16 ക്ലോസ് 2 എന്തേ ഉള്ളൂ? ബേസിക് മാത്രം 1/5 ഓഫ് അല്ലെങ്കിൽ 20% ഓഫ് ബേസിക്. സോ 10 സബ്സെക്ഷൻ 10ലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പെർവ്യൂലേക്ക് വരുമ്പോഴത്തേക്കും സാലറി മീൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഓൺ സാലറി മീൻസ് ബേസിക് പ്ലസ് ജസ്റ്റ് DA. ദാറ്റ് മീൻസ് രണ്ട് ടൈപ്പ് ഓഫ് DA, ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആകാം, നോട്ട് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ രണ്ടും ഇൻക്ലൂഡഡ് ആണ്. ബട്ട് നേരെ മറിച്ച് നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972ലേക്ക് വരുമ്പോഴത്തേക്കും ആവറേജ് സാലറി കണ്ടുപിടിക്കാനായിട്ട്, സോ നമ്മൾ റിട്ടയർ ആകുന്ന വർഷത്തെ സാലറി എടുക്കില്ല, അതിന് തൊട്ട് മുമ്പിലത്തെ 10 മാസത്തെ എടുക്കും. ആ സാലറി മീൻസ് എന്താണ്? ബേസിക് പ്ലസ് DA in terms of employment plus commission as a percentage of turnover achieved. Okay അല്ലേ? Yes, sir. Yes, sir. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ലെസൺ അല്ലേ? നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. Question നോക്കാം. Third one. Mr. S, who retired on 1/10/2021, is receiving rupees 5,000 per month as pension. The pension ആണല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഡിസ്കസ് ചെയ്യും. എന്നാലും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാറ്റുവിറ്റി ആയിരുന്നു. സോ നോക്കാം. മിസ്റ്റർ രവി retired on 15/6/2021 after completing 26 years and 8 months of service and received a gratuity of rupees 15 lakh at the time of retirement. So എപ്പോഴാണ് 15 lakhs കിട്ടിയിരിക്കുന്നത്? at the time of retirement. So എന്തെങ്കിലും എമൗണ്ട് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി at the time of employment ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഒന്നും നോക്കാനില്ല, എല്ലാവർക്കും ആ കിട്ടിയത് അത്രയും ടാക്സബിൾ ആണ്. സോ at the time of retirement ആയതുകൊണ്ട് ഗവൺമെന്റ് എംപ്ലോയീസിന് എക്സംപ്റ്റഡ് ആണ്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്താണ്? ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പെർവ്യൂവിൽ വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കുന്നത്. റിട്ടയർമെന്റ്. സോ ബേസിക് സാലറി 5,000 per month. Dearness allowance 50,000 per month on basic salary. Dearness allowance 10,000 per month, of which 60% of which
for retirement benefit. Commission 1% of turnover. Turnover for the last 12 months was 1 crore 20 lakhs. Then bonus 25,000 per annum. Compute his taxable gratuity. Compute his taxable gratuity. So നമുക്ക് നോക്കാം. Computation of taxable gratuity. Okay. So first എന്താ പറഞ്ഞേക്കുന്നത്? If he is a private sector employee covered under Gratuity Act 1972. That means other employee covered under Gratuity Act 1972. 1972. Okay. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. So first one നമ്മൾ ആൻസർ ചെയ്യുവാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി അല്ലേ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരം ആ എക്സംഷൻ കിട്ടുന്നത് എന്താണ്? 10 സബ്സെക്ഷൻ. ഏതാണ് സെക്ഷൻ? ഗ്രാറ്റുവിറ്റി സെക്ഷൻ 10 subsection 10. അല്ലേ? particulars amount in rupees. ഒന്ന് ശ്രദ്ധിക്കാം. particulars amount in rupees. So എത്രയാണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് at the time of retirement? So during employment എന്തെങ്കിലും ഗ്രാറ്റുവിറ്റി പറയുന്നുണ്ടോ ക്വസ്റ്റ്യനില്? നമ്മുടെ പ്രീവിയസ് ഇയർ റിട്ടയർ ആകുന്ന വർഷം പറഞ്ഞിട്ടില്ല. സോ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് എത്രയാണത്? ഗ്രാറ്റുവിറ്റി received at the time of retirement എത്രയാണത്? 15 lakhs അല്ലെ? സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ. സോ സ്റ്റുഡൻസ് നോർമലി ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ചോദിക്കുമ്പോഴത്തേക്കും എക്സംഷൻ മാത്രം കണ്ടുപിടിച്ച് വെക്കാറുണ്ട്. സോ ഇതിൽ നിന്ന് ഈ 15 ലാഖിൽ നിന്ന് നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 15/26 into last on salary into completed years of service part in excess of 6 months അല്ലെങ്കിൽ 20 lakhs അല്ലെങ്കിൽ ആക്ച്വൽ, ഇതിൽ ഏതാണോ ലീസ്റ്റ് അത് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് എന്ത്? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ഓക്കെ. ലെസ് എക്സംഷൻ under section 10 subsection 10. Okay. So 10 subsection 10 പ്രകാരം എക്സംഷൻ കിട്ടുന്ന ഏതൊക്കെയാണ് കിട്ടുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? 15/26 into ഇവിടെ ലാസ്റ്റ് ഡ്രോൺ സാലറി. ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഡ്രോൺ സാലറി ബേസിക് പ്ലസ് ജസ്റ്റ് ഡി എ അല്ലെ? സോ ഇവിടെ ബേസിക് പ്ലസ് ജസ്റ്റ് ഡി എ. സോ ഇവിടെ ബേസിക് എത്രയാണ്? 50,000 per month. 50,000. സോ ഡി എ എത്രയാണ്? ജസ്റ്റ് ഡി എ. ദാറ്റ് മീൻസ് ഉണ്ടോ അതിൽ 60% സോ എന്നൊക്കെ പറയുന്നത് ഡി എ, അതായത് രണ്ടും കൂടെ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റും നോട്ട് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് രണ്ടും കൂടെ ചേർന്ന ഡി എ എത്രയാ വരുന്നത്? എത്രയാ വരുന്നത് അല്ലെ? 50,000 പ്ലസ് 10,000 അല്ലെ? സോ എത്ര വരുന്നുണ്ട്? ലാസ്റ്റ് ഡ്രോൺ സാലറി 60,000 അല്ലെ? കറക്റ്റ് അല്ലേ? Yes, sir. എങ്കില് ഡൗട്ട് വരാതിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 15/26 into 50,000 plus 10,000 into എന്താണ് വരുന്നത്? കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് പാർട്ട് ഇൻ എക്സസ് ഓഫ് 6 months. സോ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 26 years and 8 months. സോ എത്രയായിട്ട് മാറും അത്? 27 years. 27 years. സോ എത്ര കിട്ടും? 60,000 into 15 divided by 26 into 27. എത്ര കിട്ടും?
9,34,615 പോയിന്റ് ഒക്കെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നു 615. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? സോ ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 9,34,615. ദെൻ സെക്കൻഡ് വൺ എത്രയാണ്? എന്താണ്? 20 lakhs. ദെൻ തേർഡ് വൺ എന്താണ്? ആക്ച്വൽ എത്രയാണ്? 15 lakhs. ഇതിൽ ലീസ്റ്റ് ഏതാണ്? ലീസ്റ്റ് ഏതാണ്? 9,34,700. സോ 9,34,615. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എത്ര കിട്ടും? റെഡി? 5,65,385. 5,65,385. ക്ലിയർ ആയോ? Yes, sir. Yes, sir. നമ്മളെ 5 ഹെഡിലെ ഏറ്റവും കൂടുതൽ ഇതേ കണക്കുള്ള കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടത് സാലറിയിലാണ്. ബാക്കിയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് സാലറിയിൽ മാത്രം നമ്മൾ പ്രിക്വിസിറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ. സോ ഏറ്റവും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് സാലറി തന്നെയാണ്. സോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടി വരും. ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പുറകിൽ വന്നാൽ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പ്രകാരമല്ല എങ്കിലുള്ളത് ദെൻ ഓരോരോ കമ്പ്യൂട്ടേഷനും സാലറി എന്ത് വരും എന്ന്. സോ ഫസ്റ്റ് അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്നത് 16 ക്ലോസ് 2 ബേസിക് മാത്രം, 10 സബ്സെക്ഷൻ 10 കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 എക്സംഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 15/26 ഇൻറ്റു ലാസ്റ്റ് ഓൺ സാലറി മീൻസ് എന്താണ്? ലാസ്റ്റ് ഓൺ ബേസിക് പ്ലസ് ലാസ്റ്റ് ഓൺ DA. സോ ദാറ്റ് മീൻസ് 2 DA ഇൻക്ലൂഡഡ് ആണ്. ബട്ട് നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 വരുമ്പോഴത്തേക്കും ആവറേജ് 10 months സാലറി, ദാറ്റ് മീൻസ് റിട്ടയർ ആകുന്ന മാസത്തിന് തൊട്ട് മുമ്പുള്ള 10 monthsന്റെ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും സാലറി ആയിട്ട് എടുക്കാനായിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നത്? ബേസിക് എടുക്കും, DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് മാത്രം പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെന്റേജ്. സോ ഫിക്സഡ് കമ്മീഷൻ അല്ല, കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് ആണ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? Yes, sir. സോ ചോയ്സ് ബി കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി. സോ ബിയിലും ഇതേപോലെ പർട്ടിക്കുലേഴ്സ് amount in rupees. That. So gratuity received at the time of gratuity received 15 lakhs. So then less exemption under section 10 subsection 10. Exemption under section 10 subsection 10. So ഇവിടെ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ 1/2 അല്ലെ ഇൻറ്റു ആവറേജ് 10 months salary into completed years of service. ബാക്കി രണ്ട് നമ്മൾ സെയിം തന്നെയാണ്, 20 lakhും ആക്ച്വൽ. സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് 1/2 ഇൻറ്റു ആവറേജ് സാലറി, 1/2 ഇൻറ്റു ആവറേജ്. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ അവിടെ ഫിഗർ കൊടുക്കാം. പിന്നെ 20 lakhs ആക്ച്വൽ ആയിട്ടുള്ള 15 lakhs. ഓക്കെ, സോ ഇവിടെ നമ്മൾ വർക്കിംഗ് നോട്ട് ആയിട്ട് എഴുതുകയാണ്. വർക്കിംഗ് നോട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ആവറേജ് സാലറി, ആവറേജ് 10 month സാലറി, computation of average 10 months salary. Okay, so average എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മാസത്തെ സാലറി ആഡ് ചെയ്തിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് കിട്ടത്തില്ലേ? അല്ലേ? Yes, sir. Okay, so but ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ റിട്ടയർ ആകുന്നതിന് തൊട്ട് മുമ്പുള്ള ബേസിക് സാലറി എത്രയാണ്? 50,000. സോ 10 ആവറേജ് സാലറി കണ്ടുപിടിക്കാൻ പോവാണ്. സോ ആവറേജ് സാലറി
average salary equal to retire ആകുന്നതിന് തൊട്ട് മുമ്പ്. സോ ബേസിക് സാലറി എല്ലാ മാസവും എത്ര വെച്ചാണ് കിട്ടുന്നത്? 50,000. സോ 10 മാസത്തെ ബേസിക് സാലറി എത്ര വരും? ഇൻറ്റു 10,000 അല്ലേ? സോറി 50,000 ഇൻറ്റു 10. ക്ലിയർ അല്ലേ? 50,000 10 തവണ ആഡ് ചെയ്യാൻ മീൻസ് 50,000 ഇൻറ്റു 10 അല്ലേ? ദെൻ അതിന്റെ കൂടെ പിന്നെ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. സോ നമുക്ക് DA എത്രയാണ്? 10,000 പെർ മന്ത് ഉണ്ട്. അതിൽ 60% ആണ് എന്ത്? ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. സോ അതായത് 10,000 ഇൻറ്റു 60% എന്ത്? നമ്മൾ ആവറേജ് സാലറി കണ്ടുപിടിക്കുമ്പോൾ ഒരു മാസത്തെ DA. കറക്റ്റ് അല്ലേ? DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ക്ലിയർ അല്ലേ? Yes, sir. അത് ഒരു മാസത്തെയാണ്. 10 മാസം എത്ര വരും? ഇൻറ്റു 10. ഓക്കെ അല്ലേ? പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ്. കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്. സോ കമ്മീഷൻ എത്രയാണ്? 1% ഓഫ് ടേൺ ഓവർ. സോ ലാസ്റ്റ് 12 മാസത്തെ ടേൺ ഓവർ ആണ് 1 crore 20,000. ദാറ്റ് മീൻസ് നമുക്ക് എത്ര മാസത്തെ മതി? 10 months. 10 monthsലെ അല്ലേ? സോ ദാറ്റ് മീൻസ് 1 crore 20 lakhs ആണ്. 1 crore 20 lakhs ആണ് 12 മാസം. ദാറ്റ് മീൻസ് ഡിവൈഡ് 12 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മാസത്തെ കിട്ടും. ഇൻറ്റു 10 എടുത്താൽ 10 മാസത്തെ. അതിന്റെ എത്ര ശതമാനമാണ് കമ്മീഷൻ? സോ 10 മാസത്തെ ടേൺ ഓവർ നമുക്ക് കിട്ടി. എത്രയാണ്? 1 crore 20 lakh ഡിവൈഡ് ബൈ 12 എടുക്കുമ്പോഴത്തേക്കും ഒരു മാസത്തെ കിട്ടും. അതേ ഇൻറ്റു 10 നമുക്ക് എത്രയാണ്? 10 മാസത്തെ കിട്ടും. സോ ഇവിടെ അതായത് എല്ലാ മാസവും ഒരുപോലെയാണ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ടേൺ ഓവർ. ഇതിന്റെ എത്രയാണ്? ബേസിക് പ്ലസ് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ടേൺ ഓവറിന് എത്ര പെർസെൻറ്റേജ് ആണ്? 1% അല്ലേ? Yes, sir. ഇതാണ് 10 മാസത്തെ സാലറി. ഇതേ ഡിവൈഡ് ബൈ 10 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സാലറി കിട്ടില്ലേ? സോ ഈ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്ന ടോട്ടൽ സാലറി ഫോർ 10 months. 10 മാസത്തെ നമ്മുടെ ആക്ട് പ്രകാരം വേണ്ട ബേസിക്, ദെൻ DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് 10 മാസത്തെ ആഡ് ചെയ്തു, ദെൻ കമ്മീഷൻ ആസ് എ പെർസെന്റ് ഓഫ് ടേൺ ഓവർ 10 മാസത്തെ ടേൺ ഓവറിന്റെ ബേസിസിലെ കമ്മീഷൻ. ഓക്കെ അല്ലേ? Yes, sir. ക്ലിയർ ആണോ ശ്രുതി? Yes, sir. എത്ര കിട്ടും അത്? ടോട്ടൽ ചെയ്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറയാ. 66,000. ഓക്കെ, സോ ഇത് 35 lakhs അല്ലേ? പ്ലസ് ഇത് എത്ര വരും? 10,000 ഇൻറ്റു 10 1 lakh. അതിന്റെ 60% 60,000 പ്ലസ് 1 crore 20,000 ഡിവൈഡ് ബൈ 12 എത്ര കിട്ടും? 1 crore. അതിന്റെ 10 crore-ന്റെ 10% എത്ര വരും? സോറി 1%. 1 lakh. 1 lakh divided by 10. 6,60,000 divided by 10 എത്ര കിട്ടും? 66,000 അല്ലേ? കിട്ടിയില്ലേ? Yes, sir. ദെൻ നമ്മുടെ ഫോർമുല ഇട്ട് വരികയാണ് 1/2 ഇൻറ്റു ആവറേജ് സാലറി കിട്ടിയാൽ എത്രയാണ്? 66,000 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. നമ്മൾ ഇവിടെ എന്ത് കൺസിഡർ ചെയ്യത്തേ ഇല്ല? പാർട്ട് അല്ലെ? സോ ദാറ്റ് മീൻസ് ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യത്തേ ഇല്ല. സോ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്തില്ലെങ്കിൽ എത്ര വർഷമുണ്ട്? 26 years ഇൻറ്റു 26 എത്ര കിട്ടും? 66,000 ഇൻറ്റു 26 ഡിവൈഡ് ബൈ 2. റൈറ്റ്? 8,58,000. Then 2 lakh 15 lakh. ഇതിൽ ലീസ്റ്റ് ഏതാണ്?
8,58,000. 8,58,000. ചെയ്യുമ്പോഴത്തേക്കും ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എത്ര വരും? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി 6,42,000. 6,42,000. 6,42,000. Then അടുത്ത ഇനി എന്തുകൂടാണുള്ളത്? ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്ത് സംഭവിക്കും? Fully exempt. സി ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഇതേപോലെ തന്നെ particulars amount rupees. Gratuity is equal to എത്ര വന്നു? 15 lakhs. So let's exemption under section 10 subsections 10 പ്രകാരം എത്രയാണ്? Fully exempt. That means എത്രയാണ്? 15 lakhും exempted ആണ്. That means taxable gratuity എന്ത് വരും? എന്തെങ്കിലും ഉണ്ടോ taxable gratuity? ഇല്ല. ക്ലിയർ ആണ്? Yes, sir. Yes, sir. ദിവസമല്ലേ? കിട്ടി സാർ. ക്ലിയർ ആണല്ലോ അല്ലേ? സോ തിയറി ഒന്ന് ഓർത്തണം. നോക്കണ്ടേ, ഇതൊന്ന് നമ്മൾ ഒന്ന് മെമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സാലറി കംപ്ലീറ്റ്. സോ ഒരു ചുമ്മാ കാണാതെ പഠിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് മെമ്മറൈസ് ചെയ്യാം. സോ ഫസ്റ്റ് ഇതിനകത്ത് ഗ്രാറ്റുവിറ്റി ആണ്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 10 സബ്സെക്ഷൻ 10. ക്ലിയർ അല്ലേ? കംപ്ലീറ്റ് ശ്രദ്ധിക്കണം. ലാസ്റ്റ് ഓൺ സാലറി ഉണ്ട് ഓരോന്നും, ഈച്ച് ആൻഡ് എവറി വേർഡ്. സോ ഓരോ വേർഡിനും അത്രത്തോളം വെയിറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ അത് കണ്ടുപിടിക്കുന്നത് 6 മന്ത്സിൽ കൂടിയാൽ വന്നാൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, വന്നാൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ആ ഓരോ ലൈനും ഡി എ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നതും, ദെൻ കമ്മീഷൻ ആസ് എ പെർസെന്റേജ്, അതായത് ജസ്റ്റ് കമ്മീഷൻ, ജസ്റ്റ് ഒരു ഫ്ലാറ്റ് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ്. കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവറിന്റെ പെർസെന്റേജിലായിട്ട് പറയുന്ന കമ്മീഷൻ മാത്രമേ ഇതിനകത്ത് ആവറേജ് സാലറി കണ്ടുപിടിക്കുമ്പോൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? 10 സബ്സെക്ഷൻ 10 ഗ്രാറ്റുവിറ്റി. Yes, sir. Yes, sir. അടുത്തത് നെക്സ്റ്റ് വൺ പെൻഷൻ. നമ്മൾ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കണ്ടോ ഇതിനകത്ത് പറഞ്ഞ ബേസിക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഡി എ രണ്ട് രീതിയിൽ തന്നിട്ടുണ്ടാവും, ദെൻ കമ്മീഷൻ, ബോണസ്, ഇതെല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. അഡ്വാൻസ് സാലറി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗ്രാറ്റുവിറ്റി, അതായത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എത്രയാണോ, ദെൻ ഗ്രാറ്റുവിറ്റി കിട്ടിയത് എപ്പോഴാണ്, അറ്റ് ദ ടൈം ഓഫ് എംപ്ലോയ്മെന്റ് പീരീഡിലാണോ അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിന് എത്രത്തോളം എക്സംപ്റ്റ് ചെയ്യും, അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ രണ്ട് രീതിയിൽ. ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പ്രിവ്യൂലാണ് വരുന്നതെങ്കിൽ ഒരു സെനാരിയോ, നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ ഉണ്ടോ, അതെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. അതാണ് ഈ ഫിഗർ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഓക്കെ അല്ലേ? സോ അടുത്ത നമ്മൾ നോക്കി പെൻഷൻ. ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പെൻഷൻ. സോ ഗ്രാറ്റുവിറ്റി ക്ലിയർ ആണല്ലോ അല്ലേ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yes, sir. Yes, sir. പെൻഷൻ. നെക്സ്റ്റ് വൺ പെൻഷൻ. പെൻഷൻ. സോ സെക്ഷൻ 10 സബ്സെക്ഷൻ 10A ആണ് പെൻഷൻ. സെക്ഷൻ 10 സബ്സെക്ഷൻ 10A. സെക്ഷൻ 10 സബ്സെക്ഷൻ 10A പെൻഷന്റെ വരുന്നത് 10 സബ്സെക്ഷൻ 10A. 10 subsection 10A. Very important. 10 subsection 10A. Then പെൻഷൻ ഒക്കെ രണ്ട് രീതിയിലാണ് നമ്മൾ
പെൻഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, then commuted പെൻഷൻ. എന്താണ് ഈ അൺകമ്മ്യൂട്ടഡ് പെൻഷനും കമ്മ്യൂട്ടഡ് പെൻഷനും തമ്മിലുള്ള ഡിഫറൻസ്? സോ ഒരു എംപ്ലോയി അയാള് റിട്ടയർഡ് ആയി, അയാൾക്ക് മാസാമാസം പെൻഷൻ കിട്ടുമല്ലോ. അതെന്താ, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണോ കമ്മ്യൂട്ടഡ് പെൻഷൻ ആണോ? Uncommuted pension. ഓക്കെ, സോ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ അതിന്റെ താഴെ സ്റ്റാർ ഇട്ട് കൊടുക്കുക, മന്ത്ലി പെൻഷൻ. മന്ത്ലി പെൻഷൻ, മന്ത്ലി പെൻഷൻ. മന്ത്ലി പെൻഷൻ. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്തായിരിക്കും? ലംസം പെൻഷൻ. ലംസം പെൻഷൻ. സോ അതിനകത്ത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നമ്മൾ ഇപ്പം 5000 രൂപ വെച്ച് മന്ത്ലി പെൻഷൻ കിട്ടുവാണെങ്കിൽ അത് കമ്മ്യൂട്ട് ചെയ്ത് അതിന്റെ ഇത്ര ശതമാനം കമ്മ്യൂട്ട് ചെയ്ത് ഒറ്റയടിക്ക് നമ്മൾ പല പർപ്പസിന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ ഉടനെ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇത്ര ലംസമായിട്ട് അതിൽ നിന്നൊരു എമൗണ്ട് മേടിക്കും. ദെൻ അതിനുശേഷം നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാത്ത പോർഷനിലായിരിക്കും നമുക്ക് മന്ത്ലി ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അത് ക്ലിയർ ആവും. സോ ദാറ്റ് മീൻസ് മന്ത്ലി കിട്ടുന്ന പെൻഷനാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. സോ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാറ്റുവിറ്റിയുടെ കേസ് അറ്റ് ദ ടൈം ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ എല്ലാവർക്കും എന്ന് പറയുന്ന പോലെ. സോ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ for all, for government and non-government employees. So last day നമ്മൾ വീർ ചക്ര, പരമവീർ ചക്ര അവർക്ക് കിട്ടുന്നവർക്ക് മാത്രം പെൻഷൻ, മന്ത്ലി പെൻഷൻ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നു. സോ ഏതായിരുന്നു ആ സെക്ഷൻ? 10 subsection 18. സോ ബിക്കോസ് കണ്ടോ അവർക്ക് മാത്രം എക്സംഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ്? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ടാക്സബിൾ ഫോർ പ്രൈവറ്റ് ആസ് വെൽ ആസ് ഗവൺമെന്റ് എംപ്ലോയീസ്. സോ ഫുള്ളി ടാക്സബിൾ ആണ് എന്ത്? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. ദാറ്റ് മീൻസ് മന്ത്ലി പെൻഷൻ അതെന്തായിട്ട് തന്നെ വരും? സാലറി പോലെ തന്നെ നമ്മൾ കണക്കാക്കും. സാലറി ഇൻക്ലൂഡ്സ് പെൻഷൻ. ഓക്കെ അല്ലേ? Yes, sir. ലംസം അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ ആണ് കിട്ടുന്നതെങ്കിൽ സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ടു പേർക്കാകാം. ആർക്കൊക്കെ ആകാം? ഒന്നുകിൽ ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ്. ദാറ്റ് മീൻസ് നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഓക്കെ അല്ലേ? സോ കമ്മ്യൂട്ടഡ് പെൻഷൻ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്തായിരിക്കും, എങ്ങനായിരിക്കും പറയാം? ഫുള്ളി എക്സംപ്റ്റഡ്. സോ അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ് ഒന്ന് ശ്രദ്ധിക്കാം. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ്, സോ വെരി ഇമ്പോർട്ടൻറ്റ്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ്. സോ അവർക്ക് അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിന് receiving gratuity. സോ ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ടോ നോക്കും, ഗ്രാറ്റുവിറ്റിയും കൂടെ കിട്ടുന്നുണ്ടോ? റിസീവിങ് ഗ്രാറ്റുവിറ്റി.
gratuity. Then ഇവിടെ ആണെങ്കിൽ not receiving gratuity. Okay. So ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ തെറ്റിക്കാനായിട്ട് ഇവിടെ നമുക്കുണ്ടോ, ഇവിടെ പെൻഷന്റെ കേസിലാണെങ്കിൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് വേണമെങ്കിൽ ഗ്രാറ്റുവിറ്റി ആക്ട് 1972ന്റെ പിറവിലാകാം, ആകാതിരിക്കാം. സോ ജസ്റ്റ് എന്ത് മാത്രം നോക്കിയാൽ മതി, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടോ, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നില്ലയോ. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടി എടുത്തു പറയും റിസീവിംഗ് ഗ്രാറ്റുവിറ്റി ബട്ട് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. സോ അതൊന്നും ഇവിടെ ബാധകമല്ല. പെൻഷൻ, അതായത് കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റിയും കിട്ടുന്നുണ്ടോ, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടോ, ആ പ്രീവിയസ് ഇയറിൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നില്ലയോ. സോ എന്ത് നോക്കുക വേണ്ട, ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പിറവിലാണോ അല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യേണ്ട. അതെല്ലാം എന്തിനു വേണ്ടി മാത്രമാണ്, 10 subsection 10A ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കാനാണ്. ഇവിടെ എന്ത് മാത്രം നോക്കിയാൽ മതി, ഗ്രാറ്റുവിറ്റി കൂടെ കിട്ടുന്നുണ്ടോ, പെൻഷന്റെ കൂടെ ഗ്രാറ്റുവിറ്റി കൂടെ കിട്ടുന്നുണ്ടോ. ഓക്കെ അല്ലേ? Yes, sir. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്ന ആളാണെങ്കിൽ നോക്കാം, എക്സംഷൻ, അതായത് 10 subsection 10A പ്രകാരമുള്ള എക്സംഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സംഷൻ is equal to 1/3 into amount of pension if fully commuted. Okay. So not in receipt of gratuity എന്ന് പറഞ്ഞാൽ exemption is equal to 1/2 into amount of pension if fully commuted. Amount of pension if fully commuted. ആ ഒരു കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു പ്രോബ്ലം ചെയ്ത് ക്ലിയർ ആക്കാം. സോ തിയറി ക്ലിയർ അല്ലേ? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, ദാറ്റ് മീൻസ് മന്ത്ലി പെൻഷൻ എന്താണ്, എല്ലാവർക്കും ടാക്സബിൾ ആണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്തിന്റെ ബേസിസിലാണ്, അത് കൂടാതെ പെൻഷന്റെ കൂടാതെ ഗ്രാറ്റുവിറ്റി കൂടെ കിട്ടുന്നുണ്ടോ. ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എക്സംഷൻ എത്രയേ ഉള്ളൂ, 1/3 ഉള്ളൂ. ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ലെങ്കിൽ എക്സംഷൻ എത്ര ഉണ്ട്, 1/2. ക്ലിയർ ആണോ? Yes, sir. Yes, sir. ശരി, അത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം. ശ്രദ്ധിക്കാം. സാഗർ who retires on 1/10/2021. നമ്മുടെ പ്രീവിയസ് ഇയറിലാണ്. റിസീവിംഗ് ₹5,000 per month as pension. On 1/2/2022 he commuted 60% of his pension and received ₹3 lakh as commuted pension. You are required to compute his taxable pension assuming. Okay. So ഇവിടെ ശ്രദ്ധിക്കാം, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ, ഗ്രാറ്റുവിറ്റി ഓഫ് 3 lakh at the time of retirement, he did not receive any gratuity. രണ്ട് സെനാരിയോ പറഞ്ഞിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കണം, ആദ്യം അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ടോ. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ടെങ്കിൽ അത് എത്ര, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ടെങ്കിൽ അത് എത്ര. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. എന്നാണ് അയാള് റിട്ടയർഡ് ആകുന്നത്, എന്നാണ് റിട്ടയർ ആകുന്നത്, 1/10/2021. റിട്ടയർഡ് ഓൺ 1/10/2021. ഓക്കെ, സോ 1/10/2021. എന്നിട്ട് അയാൾ എന്നാണ് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നത്, ഫെബ്രുവരിയിലാണ് അല്ലെ, 1 ഫെബ്രുവരി. സോ ദാറ്റ് മീൻസ് അയാൾക്ക് അന്ന് മുതൽ 10, 11, 12 ജാനുവരി വരെ അല്ലെ. സോ അയാള് 10/1 തന്നെ റിട്ടയർ ആയി. ദാറ്റ് മീൻസ് ആ വർഷം. സോ 10ാം മാസം എന്ന് പറയുമ്പോഴത്തേക്കും
ഒക്ടോബറിൽ അയാൾക്ക് എത്ര കിട്ടും പെൻഷൻ? 5000 അല്ലേ? Yes, sir. നവംബറിലോ 5000, ഡിസംബറിലോ 5000, ജാനുവരിയിലോ 5000 അല്ലേ? സോ ദാറ്റ് മീൻസ് 4 മാസം അയാൾക്ക് എന്ത് കിട്ടി? 5000 രൂപ വെച്ച് കിട്ടി. 5000 × 4 20,000 എന്ന് പറയുന്ന കമ്മ്യൂട്ടഡ് പെൻഷൻ ആണോ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണോ? അൺകമ്മ്യൂട്ടഡ് അല്ലെ? സോ ഉണ്ടോ, അയാള് റിട്ടയർ ആയ 10-ാം മാസം, 11-ാം മാസം, 12-ാം മാസം, 1-ാം മാസം. സോ 1-2 അയാൾ എന്ത് ചെയ്തു? കമ്മ്യൂട്ട് ചെയ്തു പെൻഷൻ. 60% കമ്മ്യൂട്ട് ചെയ്തു പെൻഷൻ. ഓക്കെ അല്ലേ? Yes, sir. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഓൺ 1/2/2022 അയാൾ എന്ത് ചെയ്തു? 60% കമ്മ്യൂട്ടഡ്. ഓക്കെ, സോ 60. സോ അയാൾക്ക് മാസം കിട്ടിക്കൊണ്ടിരുന്ന എത്രയായിരുന്നു? 5,000. സോ 60% കമ്മ്യൂട്ട് ചെയ്തിട്ട് അയാളെ എത്ര മേടിച്ചു? 3 lakhs അല്ലെ? സോ 3 lakhs. സോ ദാറ്റ് മീൻസ് ഇപ്പോഴും 60% കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 40% എന്താണ്? അൺകമ്മ്യൂട്ടഡ് അല്ലേ? സോ ഇവിടെയാണ് സ്റ്റുഡൻസ് നോർമലി മിസ്റ്റേക്ക് വരുത്തുന്നത്. സോ ദാറ്റ് മീൻസ് ഈ 5000ന്റെ 40% എന്താണ്? അൺകമ്മ്യൂട്ടഡ് അല്ലേ? ദാറ്റ് മീൻസ് 2000 അല്ലേ? അതായത് 60%, 3000 കഴിഞ്ഞിട്ട് മിച്ചമുള്ള 40%, അതായത് അൺകമ്മ്യൂട്ടഡ് അല്ലേ? 2000. ഇത് അയാൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ ഈ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ? അതായത് അയാൾ 100% കമ്മ്യൂട്ട് ചെയ്തില്ലല്ലോ. ക്ലിയർ ആണോ ആ പോയിന്റ്? സോ ദാറ്റ് മീൻസ് 5000ന്റെ 60% കമ്മ്യൂട്ട് ചെയ്ത് അയാൾക്ക് വർഷാവർഷം കിട്ടണത് അയാൾ 3 ലക്ഷം രൂപ അയാൾ മേടിച്ചു. ഇനി അയാൾക്ക് 5000 രൂപ വെച്ച് മാസം കിട്ടൂല. എന്താണ്? അയാളുടെ ക്രെഡിറ്റിലുള്ളതിൽ 60% അയാൾ ഒറ്റയടിക്ക് വാങ്ങിച്ചു. ഇനി 40% ഉള്ളൂ. അത് എത്രയാണുള്ളത്? എത്ര വെച്ച് ഇനി കിട്ടുള്ളൂ? മാസം 2000 വെച്ച്. ക്ലിയർ ആണോ? അത് എന്നൊക്കെ കിട്ടും? നമ്മുടെ പ്രീവിയസ് ഇയറില് ഫെബ്രുവരിയിൽ കിട്ടും, പിന്നെ മാർച്ചിൽ 2000. സോ ഇത് മന്ത്ലി അല്ല കിട്ടുന്നത്. ഇത് 2000 × 2 4000. ഇതെന്താണ്? കമ്മ്യൂട്ടഡ് ആണോ അൺകമ്മ്യൂട്ടഡ് ആണോ? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. സോ ദാറ്റ് മീൻസ് അയാൾക്ക് ടോട്ടൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എത്ര കിട്ടുന്നുണ്ട്? 24,000. സോ 24,000 ടോട്ടൽ. ഈ 24,000 എന്താണ്? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണ്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. സോ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ടാക്സബിൾ ഫോർ ഓൾ. ഗവൺമെന്റ് എംപ്ലോയീസിനും നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനും എന്താണ്? മാസാമാസം കിട്ടുന്ന പെൻഷൻ എന്താണ്? ടാക്സബിൾ ആണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗവൺമെന്റ് എംപ്ലോയി ആരായിരുന്നു? Mr. S is he is a government employee. So government employee ആണെങ്കിൽ computation of taxable pension ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. Particulars amount in rupees. So uncommuted pension നമ്മൾ എത്ര കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? Uncommuted pension എത്രയാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? 24,000. ഇത് മൊത്തം ടാക്സബിൾ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ഡിഡക്ഷൻ കിട്ടുമോ? മാസാമാസം കിട്ടുന്ന പെൻഷൻ എല്ലാവർക്കും, ഗവൺമെന്റ് എംപ്ലോയീസിനും അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിനും ടാക്സബിൾ ആണ്. 10 subsection 18 മഹാവീർ ചക്ര, പരമവീർ ചക്ര, വീർ ചക്ര ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അതർ ഗാലണ്ടറി അവാർഡ്സ് കിട്ടുന്നവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? എക്സംഷൻ കിട്ടുന്നത്. ഓക്കെ, സോ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ 24,000 is taxable for all government employees. Then കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണ്? കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയുണ്ട്? 3 lakh അല്ലെ? കമ്മ്യൂട്ട് ചെയ്ത് 3 lakh അല്ലേ എടുത്തത്? സോ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ എത്ര എക്സംഷൻ കിട്ടും? അണ്ടർ സെക്ഷൻ 10 subsection. ഇത് നമ്മൾ നോട്ട് ചെയ്യണം. പക്ഷേ 10 subsection 10 3 lakh കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ്? നിൽ. സോ ദാറ്റ് മീൻസ് ടാക്സബിൾ പെൻഷൻ ഫോർ ഗവൺമെന്റ് എംപ്ലോയീസിന് എത്ര വരും? ടാക്സബിൾ പെൻഷൻ ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ് എത്ര കിട്ടും?
എത്രയാണ്? 24,000. 24,000. Taxable pension. Clear? Yes, sir. ഇതിനകത്തെ സ്റ്റുഡൻസ് നോർമലി ഏറ്റവും പറ്റുന്ന മിസ്റ്റേക്ക് ഇതാണ്. ഈ 60% കമ്പ്യൂട്ട് ചെയ്യാൻ മിച്ചമുള്ളത് പിന്നെ മാസം കിട്ടും എന്നുള്ള എടുക്കില്ല. ജസ്റ്റ് 20 മാത്രം എടുക്കും. ദെൻ ഈ 110 ആണ് ഒക്ടോബർ എടുക്കണം. ബിക്കോസ് ഒക്ടോബറിലെ പെൻഷൻ നമുക്ക് എപ്പോൾ കിട്ടും? നവംബറിൽ കിട്ടും. ഒന്നാം തീയതി തന്നെ റിട്ടയർ ആകുന്നുണ്ട്. ഒരു മാസത്തെ പെൻഷൻ അടുത്ത മാസം ആദ്യം കിട്ടും. ഓക്കെ അല്ലേ? Yes, sir. സെക്കൻഡ് സെനാരിയോ എന്താണ്? ബി കേസ് other than government employee എന്താണ്? റിസീവിങ് എമൗണ്ട് ഒന്നും നമ്മുടെ ഇതിൽ വരത്തില്ല. റിസീവിങ് ഗ്രാറ്റുവിറ്റി. ബിക്കോസ് ആ റിസീവ് ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി നമ്മൾ 10 സബ്സെക്ഷൻ 10A പ്രകാരം വേറെ ചെയ്യണം. ഇവിടെ അത് ചോദിച്ചിട്ടേ ഇല്ല. വലിയൊരു പ്രോബ്ലത്തിൽ ചോദിച്ചാൽ നമ്മൾ അതും കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. സോ റിസീവിങ് ഗ്രാറ്റുവിറ്റി സോ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ particulars, then amount in rupees. No. So uncommuted pension is taxable for all. So ഇവിടെയും എന്ത് വരും? uncommuted pension നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന uncommuted pension എത്രയാണ്? 24,000. Then commuted pension എത്രയാണ്? 60% കമ്മ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 ലക്ഷം അല്ലെ? സോ നമ്മള് ഗ്രാറ്റുവിറ്റി റിസീവ് എന്നാണെങ്കിൽ ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒന്ന് ശ്രദ്ധിക്കാം. ഗ്രാറ്റുവിറ്റി റിസീവ് എന്നുള്ള എക്സംഷൻ എത്രയാണ് കിട്ടുന്നത്? 1/3 into amount of pension is if fully commuted. 1/3 into amount of pension fully commuted. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു പോയിന്റ്. സോ ദാറ്റ് മീൻസ് ലെക്സ് എക്സംഷൻ ഈക്വൽ ടു 1/3 into 60% കമ്മ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും എത്രയാണ്? 3 ലക്ഷം. അങ്ങനെയാണെങ്കിൽ 100% കമ്മ്യൂട്ട് ചെയ്യുന്നെങ്കിൽ എന്ത് ഫിഗർ കിട്ടും? അതിന്റെ 1/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 3 ലക്ഷത്തെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60%. നോക്കാം. കേട്ടോ? ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 1,66,667 അല്ലെങ്കിൽ 666.666 ആയിരുന്നു. നമ്മൾ റൗണ്ട് ഓഫ് ടു 7. സോ ഇത് കുറച്ച് ചെയ്യുമ്പോൾ എത്ര വരും? 1,33,333 ടാക്സബിൾ കമ്മ്യൂട്ടഡ് പെൻഷനിലെ ടാക്സബിൾ എമൗണ്ട്. ഓൾറെഡി 24,000 കൂടെ ഉണ്ട്. അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,57,333. ക്ലിയർ ആണോ? 60% കമ്മ്യൂട്ട് ചെയ്തപ്പോൾ 3 ലക്ഷം കിട്ടി. അങ്ങനെയാണെങ്കിൽ 100% കമ്മ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? ഡിവൈഡ് ബൈ 60. അതായത് 60 into 100. ഡിവൈഡ് ബൈ 60 into 100 പോലെ വരും. 100% കമ്മ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ കിട്ടിയ വാല്യൂനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? എത്ര എക്സംഷൻ കിട്ടുള്ളൂ? കുറച്ചേ കിട്ടുള്ളൂ. 1/3 കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? Yes, sir. Then C case. Other than government employee not receiving gratuity. So അവിടെയും എന്ത് വരും? അവിടെയും എന്ത് കയറി വരും? uncommuted pension. ഫസ്റ്റ് ടാക്സബിൾ പെൻഷനകത്ത് ഉറപ്പായിട്ടും എന്ത് വരും? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയുണ്ട്? കണ്ടുപിടിച്ച് വെച്ചേക്കല്ലേ? 24,000. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണ്? കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണ്?
3 ലക്ഷം അല്ലേ? സോ എക്സംഷൻ എത്ര കിട്ടുന്നത്? ഇവിടെ എക്സംഷൻ എത്ര കിട്ടും? ഗ്രാറ്റുവിറ്റി കിട്ടാത്തതുകൊണ്ട് 60% അതായത് 100% കമ്മ്യൂട്ടഡ് ആയിരുന്നെങ്കിൽ അതിന്റെ 1/2. സോ എത്ര കിട്ടും? 1/2 ഇൻറ്റു 3 lakh ഡിവൈഡഡ് ബൈ 60%. എത്ര വരുമായിരുന്നു? 2,50,000. 2,50,000. സോ 3 lakhൽ നിന്ന് 2,50,000 കുറച്ചുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50,000. സോ 24,000 പ്ലസ് 50,000 എത്ര കിട്ടും നമുക്ക്? ടാക്സബിൾ പെൻഷൻ 74,000. ടാക്സബിൾ പെൻഷൻ 74,000. ക്ലിയർ ആണ്? Yes, sir. നമുക്ക് ഉണ്ടോ 5 ഹെഡിലെയും ഏറ്റവും കൊനിഷ്ഠ പിടിച്ച കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടത് സാലറിയിലാണ്. ശ്രദ്ധിച്ച് നമ്മൾ കണ്ടോ 16 നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 15 ചാർജബിലിറ്റി സെക്ഷൻ പറഞ്ഞു, സെക്ഷൻ 16 പറഞ്ഞു, 17 സബ്സെക്ഷൻ പറഞ്ഞു, 17 സബ്സെക്ഷൻ 3 പറഞ്ഞു, ദെൻ 10 സബ്സെക്ഷൻ 10 ഇതായിരുന്നു ഗ്രാറ്റുവിറ്റി, ദെൻ 10 സബ്സെക്ഷൻ 10A പെൻഷൻ അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷന്റെ സെനാരിയോ പറഞ്ഞു. ദെൻ ടാക്സബിൾ പെൻഷൻ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇതാണ് സ്ഥിരം. ഇതിനകത്ത് ഈ ഒരു പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. റിട്ടയർ ആകുന്ന എന്നാണ്, അന്ന് മുതൽ എന്നാണോ കമ്മ്യൂട്ട് ചെയ്യുന്നത് അന്ന് വരെയുള്ള പെൻഷൻ, ദെൻ അതിനുശേഷവും മന്ത്ലി പെൻഷൻ കിട്ടും. കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് മിച്ചമുള്ള പെർസെൻറ്റേജ് അത് വെച്ച് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, അതെല്ലാവർക്കും ഗവൺമെന്റ് എംപ്ലോയീസിനും ഗ്രാറ്റുവിറ്റി കിട്ടുന്നവർക്കും കിട്ടാത്തവർക്കും എല്ലാം ടാക്സബിൾ ആണ്. ദെൻ ഗവൺമെന്റ് എംപ്ലോയീസിന് കമ്മ്യൂട്ടഡ് പെൻഷൻ ഫുള്ളി എക്സംപ്റ്റഡ്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിന് കമ്മ്യൂട്ടഡ് പെൻഷൻ ഇഫ് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ദെൻ 1/3 കിട്ടുള്ളൂ. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എത്ര എക്സംഷൻ കിട്ടും? 1/2 എക്സംഷൻ ആയിട്ട് കിട്ടും. അത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തു. ക്ലിയർ അല്ലേ? Yes, sir. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റിമൈനിങ് പോർഷൻസ്. സോ ഇത്രയും നോക്കി വൃത്തിയായിട്ട് വരിക, ഒന്നുള്ള തീർത്ത് പോവുക. ദെൻ ഇനി നമുക്ക് അടുത്ത സെക്ഷൻസ്. സോ ലീവ് സാലറി 10 സബ്സെക്ഷൻ 10AA, ദെൻ 10 സബ്സെക്ഷൻ 10C ഉണ്ട്. ദെൻ മെയിൻ ആയിട്ടുള്ള ആ അമെൻമെന്റ് വരുന്ന പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, ദെൻ 13A, ദെൻ 10 സബ്സെക്ഷൻ 14, ദെൻ പെർക്യൂസിറ്റ്സ്. അതുകൊണ്ട് തന്നെ സോ ഇത് ഇത്രയും. അതിനകത്ത് ഓരോന്നിലും ഞാൻ സാലറി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചേക്കുക. സോ 16 ക്ലോസ് 2 പ്രകാരം സാലറി മീൻസ് എന്താണ്? ബേസിക്. ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പുറകിലാണെങ്കിൽ സാലറി മീൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഓൺ സാലറി മീൻസ് എന്താണ്? Basic salary plus DA. Basic plus DA. So not covered under Gratuity Act 1972. Average salary. So retire ആകുന്നതിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ average salary കണ്ടുപിടിക്കാനുള്ള salary means എന്താണ്? Basic plus DA in terms of employment plus turnover commission. Commission as a percentage of turnover achieved. അല്ലെങ്കിൽ turnover commission. Okay അല്ലേ? Yes, sir. Yes, sir. So pension time clear ആണല്ലോ അല്ലേ? Uncommuted pension is taxable for all irrespective of government employee and other than government employees. Then uncommuted pension case നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ അല്ലേ? Yes, sir. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? നാളെ ഇത് നോക്കി വരിക. റിമൈനിങ് പോർഷൻ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.